ലീഡേഴ്സിന്റെ മോട്ടിവേഷൻ കേട്ടിട്ടൊക്കെയല്ലേ ആർ സി എം ചെയ്യുന്നല്ലേ. എല്ലാ വീട്ടിൽ നിന്നുള്ള റിസൾട്ട് കണ്ടിട്ട് തന്നെയാണ് ആർ സി എം ബിസിനസ് ചെയ്യാനുള്ള കാരണം. ഫാമിലി ബിസിനസ് ആയിട്ട് ആർ സി എം സ്വീകരിച്ചു. ആ സമയത്ത് ഫാമിലിന്റെ അന്നും നാട്ടുകാരെടുക്കുന്ന വല്ലാത്ത എതിർപ്പായിരുന്നു. ഗവൺമെന്റ് ജോലിക്കോ മറ്റേതെങ്കിലും ജോലിക്കോ വേണ്ടി ശ്രമിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത എതിർപ്പുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അന്ന് അവരുടെ വാക്ക് കേട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 4 ചുമരിന്റെ ഉള്ളിൽ അടഞ്ഞു കിടക്കുമായിരുന്നു. അവിടുന്ന് ജോലി ചെയ്യായിരുന്നു. ഒരു ഫ്രീഡവും ഇല്ല. അന്നേരം അപേക്ഷ, ഒരു ലീവിന് വേണ്ടി അപേക്ഷ ഒക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷെ എനിക്ക് ഇന്ന് അഭിമാനിക്കാനും ഇന്ന് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഇപ്പൊ ഇനി നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം നടക്കുന്ന അജ് സാർ പറഞ്ഞു, നമ്മുടെ വേൾഡ് ആർസിം വേൾഡിൽ, ഇപ്പൊ ഞാൻ എന്താ പറയാ രാജസ്ഥാനിലെ ആർസിം വേൾഡിൽ വെച്ചിട്ടാണ് നമ്മളെ പ്രോഗ്രാം നടക്കുന്നത്. ഈ എന്താ പറയാ ഈ ഒരു 25 കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് പഞ്ചാബ്, രാജസ്ഥാൻ, പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ചുറ്റിയിട്ട് നാട്ടിലെത്തിയിട്ടുള്ളത്. വീണ്ടും ഈ അടുത്ത മാസം തന്നെ രാജസ്ഥാനിലേക്ക് വീണ്ടും പോക്ക് തന്നെയാണ്. അപ്പൊ എനിക്ക് അന്നേരം ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, അന്ന് അവിടെ പോയി വരുന്ന സമയത്തേക്ക് അന്ന് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന കുറെ എന്താ പറയാ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. കാരണം 10-30 ലക്ഷം റുപ്യൊക്കെ ഇപ്പൊ അടുത്ത സ്കൂളിലൊക്കെ അടച്ചു വെച്ചിട്ട് ഏകദേശം എന്താ പറയാ ഒരു 1,00,000 രൂപക്ക് താഴോട്ടൊക്കെ വരുമാനം മേടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ അഭിമാനിക്കാം. 1 രൂപ ഞാൻ കൊടുക്കാണ്ട്, അല്ലെ ആർ സിമിൽ 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്ട് ഇന്ന് 1,00,000 രൂപ കഴിഞ്ഞ മാസങ്ങളിലേക്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് എനിക്ക് അഭിമാനിക്കുന്ന കാര്യം. കാരണം 30 വയസ്സിന് താഴെ എന്ന് പറഞ്ഞു എന്റെ വയസ്സിന് 23 വയസ്സാണ്. 23 വയസ്സാണ് എന്റെ വയസ്സ്. ഈ വയസ്സിന്റെ അകത്ത് 1,00,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല ഈ 1,00,000 രൂപ കിട്ടുന്ന. വീട്ടിൽ അമ്മ ടെക്നിക്കൽ അച്ചീവർ ആണ്, പ്രസീത പുന്നാട് എന്നാണ് പേര്. അമ്മേന്റെ അന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് 18-ാം വയസ്സിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആർ സി എമ്മിന്റെ ID കിട്ടി. ഇന്ന് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ മാസങ്ങളിലേക്ക് അക്കൗണ്ടിൽ വന്ന ശേഷം കണ്ണു പൊള്ളിക്കൂലെങ്കിൽ ഞാൻ പറയാം 2 ലക്ഷം രൂപ ഇന്ന് വീട്ടിലേക്ക് ആർ സി എം കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സീരിയസ് ആയിട്ട് ആർ സി എം ബിസിനസ് തിരഞ്ഞെടുക്കുന്നതും. ഇനി വരുന്ന യുവാക്കളോടും ഈ ഇരിക്കുന്ന രക്ഷിതാക്കളോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്താൽ മാത്രമേ അവരും ആർ സി എം സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ആർ സി എം കേൾക്കുന്നില്ല, ഞാൻ വിളിച്ചിട്ട് അവർ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ പോലത്തെ യുവാക്കളെയും ചെറുപ്പക്കാരെയും ആർ സി എമ്മിലേക്ക് ആയ സമയത്തൊക്കെ കണ്ടിട്ടാണ്, അക്ഷയ് സാറൊക്കെ കണ്ടിട്ടാണ് ഞാൻ എന്താ പറയാ ഈ ഒരു ബിസിനസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഞാൻ ഇന്ന് സീരിയസ് ആയുള്ള ചെയ്യാനുള്ള ഒരു കാരണം. അപ്പോ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യൽ മാത്രമേ അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഏകദേശം 3 പ്രാവശ്യമായി ഈ ഒരു യൂത്ത് പ്രോഗ്രാം, അല്ല സോറി, ഡൽഹി നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികൾ, അല്ലെ പിള്ളേർ ഇരിക്കുന്നെടുക്കുക, അല്ലെങ്കിൽ ഓഡിയൻസ് ഇരിക്കുന്നെടുക്കുക, ഏറ്റവും ബാക്കിൽ നിന്നിട്ട് ആടുന്ന ഒരു തീരുമാനം എടുത്തു. അടുത്ത പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്തെങ്കിലും ഞാൻ ഇവിടുന്ന് അവിടെ താഴെ ഇരുന്നിട്ട് ഗാലറി, അതിന്റെ താഴെ ഇരുന്നിട്ട് എന്താ പറയാ VIP സീറ്റിലേക്ക് അടുത്തോട്ടേക്ക് നിന്നിട്ട് ഒരു മൊമെന്റോ അല്ലെങ്കിൽ സ്റ്റേജിൽ ഒരു റെക്കഗ്നേഷൻ വാങ്ങിക്കുന്നുള്ളത്. അവിടുന്ന് എടുത്തുള്ള തീരുമാനം 2-ാമത്തെ വർഷം പോകുന്ന സമയത്തേക്ക് അത് അവിടെ എന്താ പറയാ പാലിക്കാൻ വേണ്ടി പറ്റി, അവിടുന്ന് ഒരു ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി, അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി. അവിടുന്ന് വീണ്ടും ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഇനി വരുന്ന വർഷങ്ങളിലേക്കും ഞാൻ എന്താ പറയാ 30 വയസ്സിനുള്ളിലേക്ക് ഒരു റൂബി പട്ടങ്കം അവിടുന്ന് വാങ്ങിച്ചിട്ടേ ഞാൻ അവിടുന്ന് വരും എന്നുള്ളതാക്കിയിട്ടുണ്ട്. എന്തായാലും അത് ഞാൻ വാങ്ങിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഈ ഒരു ഇവന്റിലേക്ക് വന്നിട്ട് 2-ാമത്തെ റെക്കഗ്നേഷൻ ആണ് ഈ പ്രാവശ്യം പോകുന്ന സമയത്തേക്കും അച്ചീവ് ക്വാളിഫൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ സ്റ്റേജ് റെക്കഗ്നേഷൻ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി പറ്റി. അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ടേക്കും വരുന്നവരെയും ഒപ്പം വരുന്നവരെയും കൂട്ടിക്കൊണ്ടും കൈപിടിച്ച് നിർത്തിക്കൊണ്ടും അവിടെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. കൊണ്ടുപോകും, അവിടെ ക്വാളിഫൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇനിയിപ്പോ കേട്ടിരിക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ടായേക്കാം, സാറേ ടിക്കറ്റ് എനിക്ക് കിട്ടുമെന്നുള്ളതും ഇനി എങ്ങനെ ബുക്കാക്കിയിട്ട് പോവാന്നുള്ളതും പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞു, ഞാൻ ഇതുവരെ ടിക്കറ്റ് ബുക്കാക്കിനില്ല. ഞാനും എന്താ പറയുക എമറാൾഡ് വിനോദ് സാറും മകനൊക്കെ ഇനിയും ടിക്കറ്റ് ബുക്കാക്കിനില്ല. പക്ഷെ നമ്മളവിടെ എത്തും. ഉള്ളിലൊരു ഫയർ ഉണ്ടെങ്കിൽ, ഉള്ളിലൊരു തീരുമാനം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും എത്തും. എല്ലാവർക്കും അത് എത്താൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ മാക്സിമം ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കുക. ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാരെ പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഒപ്പം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും അവരുടെ ഒരു ഭാഗമായിട്ട് മാറും. നാളെ നിങ്ങളെ ബിസിനസ് അവർ കൊണ്ടുപോകും. ഓക്കെ, താങ്ക് യു. JR-CM, ഗുഡ് ആർ-CM, വിഷ് യു ഓൾ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ആകാശ് സാർ. ആകാശ് സാർ പറഞ്ഞു ഇതുവരെ ടിക്കറ്റ് ആളും എടുത്തിട്ടില്ല. സോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രോഗ്രാം നമുക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റും പ്രോഗ്രാമിന്. സോ ആകാശ് സാറിനൊക്കെ എന്തായാലും കൂട്ടുകാർക്ക് എന്തായാലും അവിടെ എത്താൻ പറ്റും. സോ നമ്മളെല്ലാവരും കൂടെ പോകുന്നുണ്ട്. അപ്പോ ഇനിയും നമുക്ക് ധാരാളം യങ് ലീഡേഴ്സിനെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ വടക്ക് നിന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ പവർഫുൾ ലീഡർ, യങ് ലീഡർ ആയിട്ടുള്ള ആകാശ് സാറിനെ പരിചയപ്പെട്ടു. ആകാശ് സാർ പറഞ്ഞ അദ്ദേഹത്തിന് 23 വയസ്സേ ആയിട്ടുള്ളൂ. 23 വയസ്സിൽ നല്ലൊരു ഇൻകം നേടാൻ അദ്ദേഹത്തിന് ആർ സി എമ്മിനോട് സാധിച്ചു. ഇപ്പോൾ ഇത്ര 23 ചെറിയൊരു വയസ്സിൽ തന്നെ ആർ സി എമ്മിൽ കൂടെ നല്ല പവർഫുൾ ഇൻകം നേടുന്ന പല ആൾക്കാരുണ്ട് എന്നത് കേരളത്തിലും കേരളത്തിന് പുറത്തായിട്ട്. അവരൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് 24-ാം തീയതി കമ്പനി ഒരുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മക്കളെ ആ പ്രോഗ്രാമിൽ നിന്ന് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കുന്ന യങ്സ്റ്റർ,
നിങ്ങൾ അറിയുന്ന യങ്സ്റ്റേഴ്സിനെ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിൽ എന്നും ഒരു നല്ലൊരു സമ്പത്തായിട്ട് നിങ്ങളുടെ ഇന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സും ഉണ്ടാവും. സോ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങി പ്ലാൻ ചെയ്യുക. ഇനിയും നമ്മുടെ യങ് ലീഡേഴ്സ് സംസാരിക്കാനുണ്ട്. അടുത്തായിട്ട് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ വടക്ക് ഭാഗത്തു നിന്ന് ഇപ്പോൾ കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ കേരളത്തിന്റെ സെൻട്രൽ ഏരിയയിൽ നിന്ന് തൃശ്ശൂർ എറണാകുളം ബോർഡറിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത ഒരു ഗസ്റ്റ് വരാൻ പോകുന്നത്. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്. ചാലക്കുടിക്ക് അടുത്ത് പൂലാനി മേലൂരിൽ ആള് താമസിക്കുന്നത്. ഒരു എഞ്ചിനീയർ ആണ്. നമ്മുടെ എല്ലാവരും കൊതിക്കുന്ന ഇസ്രോ, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ നമ്മുടെ പവർഫുൾ ലീഡർ, നമ്മുടെ ഒരു എമറാൾഡ് അച്ചീവറിന്റെ മകനും കൂടിയാണ് രഞ്ജിത്ത് സാറിനെ ഞാൻ വേദിയിൽ ക്ഷണിക്കുകയാണ്. രഞ്ജിത്ത് സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു ആഷിഖ് സാർ. സാർ ഓഡിയോ ഞാൻ. അതെ സാർ, ഓഡിയബിൾ ആണ്. താങ്ക് യു ആഷിഖ് സാർ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് രഞ്ജിത്ത് ആണ്. സ്വദേശം സാറേ, ഓഡിയോ ഇത്തിരി സിഗ്നൽ കുറവാന്ന് തോന്നുന്നു അവിടെ. ആസിമിലേക്ക് വളരെ സാറിന്റെ വീഡിയോ ഓഫ് ചെയ്ത് പറഞ്ഞോളൂ. സിഗ്നൽ കുറവാണ്, കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുള്ള. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ്, ഓക്കെയാണ്, കുഴപ്പമില്ല. ആസിമിലേക്ക് വളരെ ആകർഷകമായിട്ട് ആസിം പ്രൊഫഷണൽ ഏറ്റെടുത്താണ്. എൻ്റെ ഫാദർ ഓൾറെഡി ആർസിഎം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ തന്നെ. ഞാൻ 2011 തുടങ്ങി ആർസിഎമ്മിന്റെ അണ്ടർവേൾഡ് ക്യൂക്ക് ഉണ്ടായിരുന്ന അച്ഛനപ്പോ അന്ന് തുടങ്ങി ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങി. ഷോപ്പില് ഞാൻ +1 +2 പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. അന്ന് ആർസിഎം ഷോപ്പിൽ ഇരുന്നുകൊണ്ട് ആർസിഎമ്മിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യാൻ സാധിച്ചു. പിന്നീട് ഞാൻ എഞ്ചിനീയറിംഗിന് പോയി. പിന്നെ എനിക്ക് ISR ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം കിട്ടി. അവിടെ പിന്നീട് തുടർന്ന് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടും ആർസിഎം ഏറ്റെടുക്കാനുള്ള ഒരു അവസരം, എനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടിയത് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടാണ്. എൻ്റെ ഫാദർ MK ബാബു എമറാൾഡ് അച്ചീവറാണ്. എൻ്റെ സിസ്റ്ററാണ് രമ്യ രതീഷ് മേഡം. കൂടെ എൻ്റെ ബ്രദറിലോ രതീഷ് സാറും ഇപ്പൊ ആർസിഎമ്മിന്റെ നല്ലൊരു ഷോപ്പ് ആലങ്ങാട് കോട്ടപ്പുറം ഭാഗത്ത് നടത്തുന്നു. അപ്പോ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് മുന്നേറാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ആർസിഎം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ 2023 ആദ്യമായിട്ട് കമ്പനി കാണാൻ പോകുമ്പോ, ശരിക്കും പറഞ്ഞാല് പല ക്ലാസ്സും കേട്ടിട്ടുണ്ട് നമുക്ക് 550 ഏക്കർ സ്ഥലത്താണ് ആർസിഎം ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ശരിക്കും ആർസിഎമ്മിന്റെ ഷോപ്പുകളുടെ പേര് വണ്ടർവേൾഡ് ക്യുക്ക്, വണ്ടർവേൾഡ് എന്നൊക്കെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ വണ്ടർവേൾഡ്, മായ ലോകം എന്ന് പറയുന്നത് എനിക്ക് അന്ന് ഞാൻ ബിൽവാറിൽ എത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഇറങ്ങിയപ്പോ എന്റെ കാഴ്ചപ്പാടുകൾക്ക് ആകെ മാറി. വലിയൊരു കമ്പനി, വലിയൊരു പ്രസ്ഥാനം. അങ്ങനെ അന്ന് കമ്പനിയെ കണ്ടു കഴിഞ്ഞ് പിന്നീട് കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കമ്പനിയിൽ നമ്മൾ എന്താ പറയാ, ഒരു പ്രൊഫഷണൽ എടുക്കുമ്പോഴത്തേ അതിന്റെ ക്രെഡിബിലിറ്റി എല്ലാം നോക്കണമല്ലോ. ഇപ്പോ 2000 ആ സമയത്ത് ഞാൻ ആർസിഎമ്മിന്റെ ആനുവൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് MCA, അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ പണ്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ തുടക്കകാലത്ത് ആർസിഎം പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ കയറി അത് പൈസ കൊടുത്ത് ഡൗൺലോഡ് ചെയ്ത് കമ്പനിയുടെ ആനുവൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. അന്ന് ആ ഒരു ആനുവൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചതാണ് എനിക്കൊരു മോട്ടിവേഷൻ. കാരണം നമ്മുടെ നാട്ടിൽ പല കമ്പനീസും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. 2021-23 സമയത്ത് ഞാൻ ആനുവൽ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴത്തേക്കും ഒരു കമ്പനി മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു എന്താ പറയാ, പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. കടങ്ങൾ കുറവായിരിക്കണം, പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. നമ്മുടെ കമ്പനിക്ക് കാര്യമായിട്ടുള്ള കടങ്ങളില്ല, കമ്പനി ലാഭം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ലാഭത്തിന്റെ കാര്യം നോക്കുമ്പോൾ എനിക്ക് ഒരു ശ്രദ്ധേയമായ കാര്യം മനസ്സിലായത്, കമ്പനി എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നുണ്ടോ, അതായത് അന്നൊരു 100 കോടി ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ 100 കോടിയോളം രൂപ അധികം ആർസിഎമ്മിന്റെ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്കും അസോസിയേറ്റ് ബയേഴ്സിലേക്കും എത്തുന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് 100 കോടി എന്നല്ല, 5, 6, 7 ഇരട്ടി കൂടിക്കഴിഞ്ഞു. അപ്പോ ഫാമിലി ആയിട്ട് ഒരു റിസ്ക് ഇല്ലാതെ, ഒരു ടെൻഷനും അടിക്കാതെ എൻജോയ് ചെയ്തുകൊണ്ട്
ചെയ്യാൻ പറ്റിയ പ്രൊഫഷനാണ് RCM എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കമ്പനി ഞാനിപ്പോ 4 പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്നു. 2023 ഞാൻ എക്സ്റേഷൻ ഇവന്റിന്റെ ഭാഗമായിട്ട് അതിനൊരു ഫോട്ടോ ആണ് ഇപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം RCM തരുന്ന ഒരു പ്രസക്തി. ഓരോ യാത്രകളും RCM കൂടെ എനിക്ക് ഫാമിലിയോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലും പല സ്ഥലത്തും ഒരുമിച്ച് യാത്രകൾ അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ 2023 ഫസ്റ്റ് നെക്സ്റ്റ് നേഷൻ ഇവന്റില് നമ്മൾ ലീഡേഴ്സ് നമ്മളുടെ ഗ്രേറ്റ് സാറാണുള്ള അർജുൻ സാറായിരുന്നു. പിന്നീട് 2024 ഞാൻ പോയപ്പോൾ അവിടെ ഒരു ഫോട്ടോസ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇതൊക്കെ 2024 യൂത്ത് നെക്സ്റ്റ് ജനറേഷൻ ഇവന്റിന്റെ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് നടന്ന ഇതാണ്. സാർ അതെ, സ്ക്രീൻ പയ്യെ ഷെയർ ആവുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു വീഡിയോ. 2024 പോയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ഇതെന്താ വെച്ചാൽ നമ്മളെ ലേറ്റ് അഫെയർ മുത്തി സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ കോളേജസിനൊപ്പം ആഘോഷിക്കാനുള്ള അവസരം ലഭിച്ചു. കൂടാതെ 2023 ഞാൻ ഗോൾഡ് അവിടെ ഒരു 10-15 പേര് അടങ്ങിയ ഒരു ഡൽഹിയിൽ താര സ്റ്റേഡിയത്തില് അവിടെ നിന്ന് ഒരു സ്റ്റേജിലും അംഗീകാരം ലഭിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കാം, ഞാൻ വേറെ ഏത് മേഖലയിലും ഫാമിലി ടൈം ഒന്നും ലഭിക്കേണ്ടായിരുന്നില്ല. ഇനിയും ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രാവശ്യം ഏറ്റവും സന്തോഷം വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഡൽഹിയിലായിരുന്നു കമ്പനി ഇവന്റ്. പക്ഷെ ഈ പ്രാവശ്യം നടക്കുന്ന ഉള്ള സ്വന്തം കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള രാജസ്ഥാൻ ബിൽവാലയിലാണ്. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ ഈ പ്രോഗ്രാമിൽ പോകാൻ വേണ്ടി. ഞാൻ മാത്രമല്ല, തനിച്ചല്ല, എൻ്റെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ട്. കൂടാതെ എൻ്റെ കൂടെ ഒരു 6 പേരും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയും അവസരങ്ങളുണ്ട്, ഇനിയും ട്രെയിൻ ടിക്കറ്റ് ഒക്കെ അവൈലബിൾ ആവും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും അതായത് RCM വിജയിക്കാൻ മക്കളെ കൂടെ RCM കൂടെ വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കള് എന്തായാലും ഈ പ്രോഗ്രാമിലേക്ക് മെയ് 24 പ്രോഗ്രാമിലേക്ക് അവരെ പറഞ്ഞയക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ശരിക്കൊരു വിഷൻ കിട്ടുന്ന പ്രോഗ്രാം ആയിരിക്കും ഇത്. അവിടെ പ്രോഗ്രാം നടത്തുന്നത് ഫുൾ യങ്സ്റ്റേഴ്സ് ആയിരിക്കും, കോ ലീഡേഴ്സിന്റെ മക്കൾ, അടുത്ത ജനറേഷൻ ആയിരിക്കും ഫുള്ളായിട്ടുള്ള പ്രോഗ്രാം അവിടെ നടത്തുന്നത്. അപ്പൊ അതൊക്കെ കാണാനും അതൊരു മോട്ടിവേഷൻ കിട്ടാനും നമ്മൾക്കും ഭാവിയിൽ അതുപോലെ ആവാനുള്ള ഒരു അവസരം RCM ലഭിക്കുകയുണ്ടാവും. അപ്പോൾ എന്തായാലും എനിക്ക് ഈ അവസരം തന്ന സഫേർ മൂർത്തി സാറിനും എല്ലാ ലീഡേഴ്സിനും ആഷിഖ് സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു രഞ്ജിത്ത് സാർ. രഞ്ജിത്ത് സാർ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസ് കാണിച്ചു തന്നായിരുന്നു. അപ്പോ അന്ന് മൂർത്തി സാറിന്റെ ബർത്ത്ഡേയുടെ ഒരു സെലിബ്രേഷൻ വരെ അന്ന് ആ പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പൊ നമുക്കറിയാം ഒരു 10,000-10,000-ലധികം ആളുകൾ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയത്തിലായിരുന്നു അന്നത്തെ ഒരു ഇവന്റ് നടന്നത്. സോ നല്ല നല്ല ഓർമ്മകൾ രഞ്ജിത്ത് സാറിന്റെ ഫോണിലൊക്കെ എടുക്കുന്നുണ്ട്. സോ നല്ലൊരു വീഡിയോ കാണിച്ചു തന്നെ രഞ്ജിത്ത് സാർ നന്ദി. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ആളേക്ക് കടക്കാം. അടുത്ത ആള് ഇപ്പൊ നമ്മള് സെൻട്രൽ കേരളയിൽ നിന്ന് ഒരാളെ കണ്ടെങ്കിൽ നമുക്ക് സൗത്ത് കേരളയിൽ നിന്ന് ഒരാളെ കാണാം. തിരുവനന്തപുരത്ത് നിന്ന്, നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് നമ്മുടെ പവർഫുൾ യങ് ലീഡർ നമ്മുടെ ആമിർ ഷാനെ ഞാൻ ക്ഷണിക്കുകയാണ്. ആമിർ ഷാ, പ്ലീസ് വെൽക്കം. താങ്ക് യു സാർ. JRC മോൾ, ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം കറണ്ട് ഇല്ല. എന്റെ മൊബൈലിൽ ചാർജ് ഏകദേശം 4% ആഷിഖ് സാർ വിളിച്ച സമയത്ത് തന്നെ അത് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കാര്യങ്ങളിലോട്ട് കടക്കാം. എന്റെ പേര് ആമിർ എന്നാണ്. ആഷിഖ് സാർ എന്നെ പരിചയപ്പെടുത്തി. ട്രിവാൻഡ്രത്താണ് സ്ഥലം. ഞാൻ
ഈ ബിസിനസ്സിലോട്ട് കടന്നു വരുന്ന സമയത്ത് ഈ ബിസിനസ് എങ്ങനെയാണ് പോകുന്നതെന്നോ എന്താണ് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു IT ഫീൽഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അവിടെ നിന്ന് വന്നു, ഫാമിലി ആയിട്ട് ഇവിടെ ആർസിം ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കമ്പനി പോയി കണ്ടു. ഫാമിലിയിൽ ഉപ്പായും ഉമ്മയൊക്കെ നമ്മുടെ വിൽവാരയിൽ കമ്പനി പോയി കണ്ടു. നല്ല കമ്പനിയാണ്. ഞങ്ങളെ പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം കണ്ടു എന്ന് മനസ്സിലാക്കി. അത് വന്ന് വീട്ടിൽ പറയുമ്പോഴും അവര് അവരുടെ ജോലിയാണ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ IT ഫീൽഡാണ് ചെയ്യുന്നത് എന്നുള്ള ഇതായിരുന്നു. ആഫ്റ്റർ കോവിഡ് വന്നതിന് ശേഷമാണ് ഈ ബിസിനസ്സിലോട്ട് എൻട്രി ചെയ്യുന്നത്. ആഫ്റ്റർ കോവിഡ് ഈ ബിസിനസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു അവസരം കിട്ടി. 2022 ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് കമ്പനിയിൽ പോകാൻ ഒരു അവസരം കിട്ടുമ്പോഴാണ് കമ്പനിയുടെ വലിപ്പം മനസ്സിലാവുന്നത്. അതിനുശേഷം 2023 2024 പരിപാടികളിൽ നമ്മുടെ യൂത്ത് ഐക്കണിന്റെ ഇപ്പം നമ്മുടെ രഞ്ജിത്ത് സാറ് കാണിച്ചിട്ടുള്ള മോദി സാറിന്റെ ബർത്ത്ഡേ നടന്നിട്ടുള്ള സെലിബ്രേഷൻ ഉൾപ്പെടെയുള്ള യൂത്ത് ഐക്കണിന്റെ പരിപാടികളിൽ നമ്മൾ ഡൽഹിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഉള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം യുവാക്കളാണ്. നമ്മളിവിടെ സൗത്ത് അല്ലെങ്കിൽ നമ്മളിവിടെ കേരളയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോഴാണ് യുവാക്കൾ കടന്നു വന്നിട്ടുള്ളെങ്കിലും അങ്ങോട്ട് നോക്കുന്ന സമയത്ത് കുറെ യുവാക്കൾ ഈ ബിസിനസ്സിലോട്ട് കടന്നു വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നതും ഇത്രയും പേരെ ഇപ്പം ദാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതിൽ ഞാനും ആഷിഖ് സാറും രഞ്ജിത്ത് ചേട്ടനും മാളവികയും അങ്ങനെ ഒരുപാട് യങ്സ്റ്റേഴ്സ് അന്നത്തെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് കയറാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഒരുപാട് സെക്ഷനിൽ ഞാനുണ്ടായിരുന്നു, റമീ സാർ ഉണ്ടായിരുന്നു, നമ്മുടെ അക്ഷയ് സാർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഗ്യാങ് ആയിട്ടാണ് കേരള ടീമായിട്ട് നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോവുകയും അവിടെ ഡൽഹിയിലെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരികയും വരെ ഉണ്ടായത്. പിന്നെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആളുകൾ കാശ്മീരിൽ പോയി അവിടുത്തെ എൻജോയ്മെന്റും ടൂറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. അപ്പം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പോക്കറ്റ് മണിക്കും ആർസിഎം ചെയ്യാം, അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കാനും ആർസിഎം ചെയ്യാം. ഞങ്ങള് ഇത് എപ്പോൾ പ്ലാൻ ചെയ്താലും ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്യുമ്പോഴും ട്രെയിനിൽ പോയി അഹമ്മദാബാദ് മുഴുവൻ കറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്രാവശ്യത്തെ പ്ലാൻ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇനിയിപ്പോ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പറയുന്ന കേസ് പോലും നമ്മുടെ കൂടെ നമ്മുടെ യങ് ലേഡി ലീഡറായിട്ടുള്ള മാളവിക എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടി അവരുടെ ടീമുമായിട്ട് പോകുന്ന സമയത്ത് ട്രെയിൻ മിസ്സാവുന്നു തൃശ്ശൂർ വെച്ച്. അവിടെ നിന്ന് ലോക്കൽ ടിക്കറ്റ് എടുത്ത് ആർസിംകാരോടുകൂടി അടുത്ത വണ്ടിയിൽ കയറി ബിൽവാര കണ്ടിട്ടുള്ളതാണ്. അതിനേക്കാൾ ഗട്സ് ഉള്ള ആളുകളാണ് നമ്മളെ കൂടെ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ആ ഗട്സ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ആവും. ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, ഏത് ബിസിനസ് എടുത്താലും അല്ലെങ്കിൽ ഏത് മേഖല എടുത്താലും സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ പോലും സ്റ്റാർട്ടപ്പുകളൊക്കെ വിജയിക്കുന്നതിന്റെ ശതമാനം എന്ന് പറയുന്നത് 10-1. 10 സ്റ്റാർട്ടപ്പ് വരുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് വിജയിക്കും. ആ സ്റ്റാർട്ടപ്പിനെ പറ്റിയിട്ടായിരിക്കും ആൾക്കാർ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത്. എന്നാൽ 9 തോറ്റുപോയി അതിനെ പറ്റിയിട്ട് ചർച്ചകൾ ചെയ്യുന്നില്ല. അതേപോലെയാണ് ഇന്ന് ആർസിഎമ്മിൽ വരുന്ന 10 ആളുകളിൽ ഒരാളായിരിക്കാം വിജയിക്കാനായിട്ട് സാധ്യത ഉള്ളത്. അപ്പോൾ ഈ 9 ആൾക്കാരെ പറ്റി ആളുകൾ പറഞ്ഞു നടക്കുകയാണ്, ആർസിഎമ്മിൽ ഒന്നും കിട്ടുന്നില്ല, ആർസിഎം ഒന്നും കിട്ടുന്നില്ല, ആർസിഎം ഒന്നും കിട്ടില്ല. എന്നാൽ നിങ്ങൾ വിജയിച്ച ആ 1% ആൾക്കാരിലോട്ട് നോക്കുക, അല്ലെങ്കിൽ ആ 2% ആൾക്കാരിലോട്ട് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവർ എന്തുകൊണ്ടാണ് വിജയിച്ചത്? ഏതൊരു ബിസിനസ് വിജയിക്കണമെങ്കിൽ കൺസിസ്റ്റൻസി വേണം. ആ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിൽ നിലനിന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ ഞാനൊരു IT ഫീൽഡിലായിരുന്നു. എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് കൂട്ടുകാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി IT ഫീൽഡിൽ അതിനേക്കാൾ സാലറി എനിക്ക് ഇവിടെ നിന്ന് ആർസിഎമ്മിൽ ത്രൂ കിട്ടുന്നു. അതെന്തുകൊണ്ടാണ്? അവർ IT ഫീൽഡിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്നു, ഞാൻ ആർസിഎമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്നു. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ AI മെത്തേഡ് കൊണ്ട് ഈ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് തകരും. അവർക്ക് ജോലി നഷ്ടപ്പെട്ടാലും ഞാനിവിടെ ബിസിനസ് ചെയ്തിട്ടുള്ള എൻ്റെ കസ്റ്റമർ കമ്മ്യൂണിറ്റി എന്നൊക്കെ സാധനം മേടിക്കുന്നോ അന്നെല്ലാം ഈ ബിസിനസ് ഇവിടെ നിലനിൽക്കുകയും എനിക്ക് വരുമാനം കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളുടെ ലൈഫ് സെക്യൂർ ആക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആർസിഎം. അതിനെ മനസ്സിലാക്കാനായിട്ട് അവർക്കൊരു അവസരം നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ കുട്ടികൾ വരാനായിട്ട് മടിച്ചു നിൽക്കുന്നുണ്ടാവും, എന്നാലും അവരെ പുഷ് ചെയ്ത് എങ്ങനെയെങ്കിലും നിങ്ങൾ നമ്മുടെ കൂടെ നമ്മുടെ ട്രെയിനിലോ സംഗതികളിലോ എങ്ങനെയെങ്കിലും തൽക്കാൽ ടിക്കറ്റ് എടുത്തോ ആയാലും നിങ്ങൾ അവരെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ 21 തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും നമ്മുടെ ഒരു ചെറിയൊരു നമ്മൾ അത് കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് കയറാനുള്ളത്.
അത് കഴിഞ്ഞ് 6 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും എറണാകുളത്തുള്ള ആൾക്കാർ കയറാനുള്ളത്. അതും കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് നിന്ന് കയറുന്ന 8 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് ആ ട്രെയിനിൽ നിങ്ങളുടെ കുട്ടികളെ കയറ്റി എങ്ങനെയെങ്കിലും വിട്ട് കഴിഞ്ഞാൽ മതി. നമ്മൾ അവരെയും കൊണ്ട് സുരക്ഷിതമായി പോവുകയും കാണുകയും എല്ലാ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുകയും കമ്പനിയിൽ എങ്ങനെയാണെന്ന്, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഈ കമ്പനിയിൽ എന്തൊക്കെയാണ് ലക്ഷ്യം. ഞാൻ ഇപ്പോഴും ആലോചിക്കണം ഫ്യൂച്ചർ എന്താണ് കമ്പനിയിൽ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചർ. മുത്ത് സാർ എപ്പോഴും പറയാറുണ്ട്, ഇനി കേരളത്തിലുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ പിന്ന് കമ്പനി തയ്യാറാക്കാൻ പോകുന്നത്. ആ പിന്ന് നേടിയെടുക്കുക എന്നതായിരിക്കണം എപ്പോഴും നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് പ്രാപ്തരാക്കാം. അപ്പോൾ ആ കമ്പനി കാണാനായിട്ടൊരു അവസരവും അതുപോലെ കമ്പനിയുടെ 24-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരവും നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക. ഒരുപാട് പ്രോഗ്രാമുകൾ, യൂത്ത് ടെക്കിന്റെ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് പോകുവാനും അതുപോലെ തന്നെ കമ്പനിയുടെ മാനേജ്മെന്റിനെ പരിചയപ്പെടാനും സൗരവ് സാറിനെ ആയാലും പ്രിയങ്ക മേഡത്തിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനും നമ്മുടെ ഡയമണ്ട് വിശാൽ വർസിനെ സംസാരിക്കാനും അഞ്ജലി കോത്തരി മേഡത്തിന് സംസാരിക്കും, അങ്ങനെ എല്ലാ ആൾക്കാരുടെ സംസാരിക്കാനൊക്കെ കിട്ടുന്ന സുവർണ അവസരമാണ്. അത്രയും മുകളിൽ നിൽക്കുന്ന സീനിയർ ലീഡേഴ്സിനെയൊക്കെ നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വലിയ അവസരം നമുക്ക് ആ പ്ലാറ്റ്ഫോമിലൂടെ കിട്ടും. നമുക്ക് അന്ന് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കമ്പനി പോലും നേരിട്ട് കണ്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. യെസ്, ഞാൻ നിൽക്കുന്ന കമ്പനി ഇന്നും നാളെയും ഇവിടെ തന്നെ ഉണ്ടാവും, അതിൽ വർക്ക് ചെയ്താൽ എൻ്റെ ഫ്യൂച്ചർ ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മബലത്തോടു കൂടി നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കും. ഇന്ന് ഏത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എടുത്തു പോയി കഴിഞ്ഞാൽ, ഏത് കമ്പനി ഇന്ത്യയിൽ എടുത്തു പോയി കഴിഞ്ഞാലും ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള RCM ആണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ചാർജ് ഏകദേശം തീരാറായി. ഞാൻ നിർത്തുന്നു. JRCM, ഗുഡ് RCM. താങ്ക് യു ഓൾ. താങ്ക് യു അമിത് ഷാ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ശക്തനായിട്ടൊരു പവർഫുൾ യങ് ലീഡറാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഫാദർ ഒരു ടെക്നിക്കൽ അച്ചീവർ കൂടിയാണ്. നമ്മുടെ പ്രോഗ്രാമിലെ എല്ലാം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ് അമിത് ഷാ. കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ട്രിപ്പൊക്കെ പോയിരുന്നു നമ്മുടെ ഇവന്റിന് ശേഷം, നെക്സ്റ്റ് ജനറേഷൻ ഇവന്റിന് ശേഷം. സോ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം പോകുന്നത്. നല്ലൊരു ഓർമ്മയാക്കാൻ തന്നെയാണ് ഈ പ്രാവശ്യവും പ്ലാൻ ചെയ്യുന്നത്. എന്താ പറയാ, പ്രോഗ്രാമിൽ പങ്കെടുക്കുക, അതിനുശേഷം കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണാൻ, അങ്ങനെ നല്ലൊരു ട്രിപ്പ് പോലെയാണ് ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത ആളിലേക്ക് എത്രയും പെട്ടെന്ന് പോവാം. അടുത്ത ആളെ ഞാൻ വിളിക്കുന്നത് ഒരു പവർഫുൾ ലേഡി ലീഡറാണ്. മാഡം ഒരു ടീച്ചറായിരുന്നു. ടീച്ചറിന്റെ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് RCM ഏറ്റെടുത്ത് RCM ഒരു ടെക്നിക്കൽ അച്ചീവർ ആണ് മാഡം. മാഡത്തിന്റെ സെൽഫ് ഫൈൽഡ് മാഡം ടെക്നിക്കൽ അച്ചീവർ ആണ്. അതുപോലെ തന്നെ മാഡത്തിന്റെ ഫാദർ എമറാൾഡ് അച്ചീവർ കൂടിയാണ്. ഞാൻ നമ്മുടെ പവർഫുൾ ലേഡി ലീഡർ രമ്യ മാഡത്തിനെ വേദിയിൽ ക്ഷണിക്കുകയാണ്. രമ്യ മാഡം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച് JRCM. എന്തായാലും എല്ലാരും കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്നെ പരിചയപ്പെടുത്തി രമ്യ രതീഷ് എന്നാണ് പേര്. ടീച്ചറാണ്. എമറാൾഡ് MK ബാസാറിന്റെ മകളാണ്. അദ്ദേഹത്തിന്റെ ഒരു കനിവ് കൊണ്ട് ശരിക്കും പറഞ്ഞ എന്നെ പെടുത്തിയെന്നാണ് ഞാൻ വിചാരിച്ചത്. 2013 ഒരു ഡിസ്കൗണ്ട് കാർഡ് RCM എനിക്ക് എടുത്തു തന്നെ എന്നെ ശരിക്കും പെടുത്തിയതല്ല, രക്ഷപ്പെടുത്തിയതാണെന്നുള്ളത് RCM എന്ന് പറയുന്ന കൺസെപ്റ്റിൽ കൂടെയാണ്. ഇന്ന് ജീവിതമേ RCM ആണ്. ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ മാറി. എന്റെ കുടുംബം മൊത്തം മാറി. ഇപ്പൊ ഇതിനു മുന്നേ സംസാരിച്ച രഞ്ജിത്ത് എന്റെ ബ്രദറാണ്. അപ്പൊ RCM ശരിക്കും വന്നതിന് ശേഷം ഇത് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഞാൻ 9 പ്രാവശ്യം പിൽവാരയിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് നെക്സ്റ്റ് ജനറേഷന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പിൽവാരയിൽ പോകാനായിട്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ നെക്സ്റ്റ് ജനറേഷന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ സംസാരിച്ചതെല്ലാം കുട്ടികളാണ്. എന്തായാലും കുട്ടികളുള്ള ഒരു കുട്ടിയാണ് ഞാൻ. ഈ കൂട്ടത്തില് കുട്ടികളുള്ള നെക്സ്റ്റ് ജനറേഷനിൽ ഒരു കുട്ടിയാണ് ഞാൻ. അപ്പൊ എന്തായാലും ഒരുപാട് ഇപ്പൊ ഞാൻ പോകുന്നത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. കാരണം നമ്മളുടെ കുട്ടികളുടെ ലൈഫ് സെക്യൂർഡ് ആക്കുക എന്നുള്ളത് അത് RCM കൂടെ നടക്കും എന്നുള്ളത് ഒന്ന് കണ്ടു മനസ്സിലാക്കാനായിട്ടും അവിടെ വന്ന സാറുമാരുടെ കുട്ടികൾ സംസാരിക്കുമ്പോൾ അതിന്റെ കൂടെ നിന്ന് എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളതെല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് അത് എത്തിക്കണം. ഇനിയും കൂടുതൽ കുഞ്ഞുങ്ങൾ RCM വരണം. അന്ന് ഈ ഒക്ടോബർ 2 ഇവിടെ നമുക്കറിയാം രൂപാന്തരണ യാത്രയുടെ വലിയൊരു പ്രോഗ്രാം നടന്ന സമയത്ത് TC സാർ പറയുണ്ടായി. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കുട്ടികള് പഠിച്ചൊരു ജോലിയിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ജോബ് എന്ന് പറയുന്നതിന് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് RCM എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ശരിക്കും അതെന്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. പല പാരന്റ്സും അത് ഏറ്റെടുത്ത് കഴിഞ്ഞു.
കാരണം ഇന്ന് മക്കളെ RCMലേക്ക് കൊണ്ടുവരുമ്പോൾ RCMന്റെ ഭാവി സെക്യൂർഡ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു തെളിവാണ് ഇനി ബിൽവാരയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാം. എന്തായാലും വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ഈ കൊച്ചുമക്കളോടൊപ്പം പോവാണ്, കുഞ്ഞനിയന്മാരോടൊപ്പം ബിൽവാരയിലേക്ക് യാത്ര തിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇതിന്റെ ഒരു ഭാഗമായി എന്നുള്ളതിലും. അതുപോലെ തന്നെ യങ് ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ യങ് തന്നെയാണ് കേട്ടോ. അത്ര വലിയ ഏജ് ഒന്നും എനിക്ക് ആയിട്ടില്ല. രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. അത് RCM തന്ന നിധികളാണ്. അപ്പോ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് അവിടെ ചെന്ന് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനും. ഒന്ന് ഞാൻ പറയുന്നത്, ഇവിടെ നിന്ന് പോകുന്ന എല്ലാവരും ഇപ്പൊ രഞ്ജിത്ത് ഇവിടെ ഷെയർ ചെയ്തതുപോലെ, ആകാശ് ഇവിടെ പറഞ്ഞതുപോലെ RCMൽ കൂടെ വരുമാനം കിട്ടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് നമ്മൾ പറഞ്ഞാലേ മറ്റുള്ള ആളുകൾ അറിയുള്ളൂ. നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ എല്ലാവരും അത് അറിഞ്ഞുകൊണ്ടേയിരിക്കണം. നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയാസ് ഉണ്ട്. സോഷ്യൽ മീഡിയാസിൽ കൂടെ മാക്സിമം നമ്മൾ അതിന് പ്രചരണം കൊടുക്കുക, എല്ലായിടത്തേക്കും RCM എത്തിക്കുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പാരന്റ്സ് മക്കളെ കംഫർട്ട് സോണിൽ പിടിച്ചിരുത്താതെ അവരെ ചിറക് വിരിച്ച് പറക്കാനായിട്ട് അനുവദിക്കും. അവർ പോയി കണ്ടുവരട്ടെ. അവർ ധൈര്യത്തോടു കൂടി രാജസ്ഥാനിൽ പോയി, നമ്മുടെ ബിൽവാരയിൽ പോയി കമ്പനി കണ്ട് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വരട്ടെ. നമ്മുടെ RCMന്റെ ലൈഫ് അവരുടെയൊക്കെ കൈകളിൽ സേഫ് ആണ്. കാരണം അത്രയും കപ്പാസിറ്റി ഉള്ള ലീഡേഴ്സിന്റെ കൂടെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. എന്തായാലും സഫിയർ മൂർത്തി സാറും അതുപോലെ മൂർത്തി സാറ് തന്നെ നമുക്ക് വലിയൊരു എക്സാമ്പിൾ ആണ്. കാരണം അദ്ദേഹം ഡോക്ടർ ഹരിയെ നമുക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ സുജിത് സാറായാലും എല്ലാവരും മക്കളെ RCM ഏൽപ്പിക്കുമ്പോൾ ആഷിക വളരെ അഭിമാനത്തോടു കൂടിയിട്ട് പറഞ്ഞു, ഞാനൊരു റോയൽറ്റി അച്ചീവർ ആണ്, എന്റെ അച്ഛനാണ് എനിക്ക് RCM തന്നത്. എനിക്കും അഭിമാനത്തോടു കൂടിയിട്ട് പറയാം, എന്റെ അച്ഛനാണ് എനിക്ക് RCM തന്നത്. അപ്പൊ നമ്മള് അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് RCM ഏറ്റെടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഒരു മാസം ബോണസ് ഡിക്ലെയർ ചെയ്തു. എന്റെ ഒരു ഒറ്റ ഫാമിലിയിലേക്ക് മാത്രം ഒരു PUC തുടങ്ങാനുള്ള വരുമാനം വന്നു. RCMന്റെ ഒരു വണ്ടർ വേൾഡ് ക്യുക്ക് തുടങ്ങാനായിട്ടുള്ള ഒരു വരുമാനം എന്റെ ഒരു ഒറ്റ കുടുംബത്തിലേക്ക് RCM എന്ന് വന്നത് പറയുമ്പോൾ, എനിക്കും അച്ഛനും എന്റെ ബ്രദറിനും കൂടി അത് കിട്ടിയെന്ന് പറയുമ്പോൾ എന്താണ് RCMന്റെ ആ ഒരു അവസരം എന്നുള്ളത് മനസ്സിലാക്കുക. ശരിക്കും നെഞ്ചിൽ കഴിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് അത്രത്തോളം നമ്മൾ ഏറ്റെടുക്കണം. ഇതിന്റെ ആ ഒരു ഭംഗി മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ആർക്കും ഇത് വിട്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോ വരുമ്പോ നമ്മുടെ കൂടെയുള്ള നമ്മുടെ എല്ലാവരെയും, മക്കളെയും കൊച്ചുമക്കളെയും അനന്തര അവകാശികളെ എല്ലാവരെയും RCMലേക്ക് കൂട്ടുക. എല്ലാവരും RCMൽ കൂടെ വളർന്നു വലുതാവട്ടെ. RCMൽ കൂടെ ഭാവി എല്ലാവരുടെയും സെക്യൂർഡ് ആവട്ടെ. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് RCMനാണ്. അപ്പൊ ഈ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിൽ കൂടെ എയിം ചെയ്യുന്നതും അത് തന്നെയാണ്, ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സധൈര്യം പോവാം. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നെ, ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചതിന് പ്രത്യേകം എന്റെ ലീഡേഴ്സിനോട്, എസ്പെഷ്യലി സഫിയർ മൂർത്തി സാറിനോട് താങ്ക് യു പറയുന്നു. ഒപ്പം എനിക്കൊരു അവസരം തന്നതിന് ആഷിഖ് സാറിനോടും താങ്ക് യു. ഇന്നിവിടെ കേട്ടിരിക്കുന്ന എല്ലാവരും വലിയ തീരുമാനങ്ങൾ എടുക്കുക, നമ്മുടെ മക്കളെ വലിയ വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുക, അവരെല്ലാവരെയും വിടുക പിടിച്ചു വെക്കാതെ. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. RCM. താങ്ക് യു മാഡം. താങ്ക് യു രമ്യ മാഡം. രമ്യ മാഡം വളരെ ലളിതമായിട്ട് ഏതൊരു കുട്ടിക്കും ക്ലാസ് എടുക്കുന്ന പോലെ സിമ്പിൾ ആയിട്ട് RCMന്റെ മാഡത്തിന്റെ ഒരു ലൈഫൊക്കെ പറഞ്ഞു തന്നു. ശരിക്കും ഞാൻ RCMന്റെ പ്രോഗ്രാമിന് പോകുമ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ട് വരുന്ന ഒരു ഫാമിലിയിൽ ഒന്നാണ് രമ്യ മാഡത്തിന്റെ ഫാമിലി. അച്ഛൻ, അമ്മ, മകൻ, മകള്, മകളുടെ ഹസ്ബൻഡ്, മക്കള് എല്ലാവരും കൂടി ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് രമ്യ മാഡത്തിന്റെയും കുടുംബത്തിന്റെയും. അതിൽ രമ്യ മാഡം ഓൾറെഡി ഇപ്പൊ സംസാരിച്ചു, അതിന് മുമ്പ് രഞ്ജിത്ത് സാർ നമ്മളോട് സംസാരിച്ചു. അപ്പോ ഇതുപോലത്തെ ഒരു ഹാപ്പി ഫാമിലിയിലേക്കാണ് മാഡം നമ്മളെ RCMലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോ നമുക്ക് അടുത്ത ആളെ, സമയം കുറവായതുകൊണ്ട് നമുക്ക് അടുത്ത ആളിലേക്ക് വേഗത്തിൽ നീങ്ങാം. അടുത്തായിട്ട് നമുക്ക് എറണാകുളത്ത് തന്നെ ഒരു പവർഫുൾ യങ് ലീഡർ ആണ്. അദ്ദേഹം ഒരു CA സ്റ്റുഡന്റ് ആണ്. അതിനൊപ്പം തന്നെ RCMന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ്, ഏറ്റവും പ്രീമിയം ഔട്ട്ലെറ്റ് ആയിട്ടുള്ള വണ്ടർ വേൾഡ് പ്രൈം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പവർഫുൾ ലീഡർ കൂടിയാണ്. അപ്പോ നമുക്ക് എറണാകുളത്ത് നിന്നുള്ള പവർഫുൾ ലീഡർ ശ്രേയസ് സാറിനെ ക്ഷണിക്കാം. ശ്രേയസ് സാർ, പ്ലീസ് വെൽക്കം. ശ്രേയസ് സാറെ അൺമ്യൂട്ട് ചെയ്തോളൂ. ഓഡിബിൾ ആണോ? ഇപ്പോ കറക്റ്റ് ആണ്, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ പേര് ശ്രേയസ് ആണ്. ഞാൻ എറണാകുളത്താണ് എൻ്റെ സ്ഥലം. ഞാനൊരു CA സ്റ്റുഡൻറ് കൂടിയാണ്. അപ്പോൾ ആദ്യം തൊട്ട് കഥ പറയാൻ പോയാൽ, ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ചെയ്യണം. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒക്കെ കിട്ടും. പക്ഷേ ആ പ്രൊഡക്റ്റിന് ഭയങ്കര വിലയാണ്. അപ്പൊ ആൾക്കാർ എന്താ ചെയ്യണേ, ഈ കുറഞ്ഞ വിലയ്ക്ക് അവർ
ലോ ക്വാളിറ്റി, മോശം ക്വാളിറ്റി സാധനങ്ങൾ മേടിച്ച് അവർ വീട്ടിൽ കൊണ്ടുവരും. അവർക്കും അവരുടെ ഫാമിലിക്കും രോഗങ്ങളുണ്ടാവും. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എന്തുകൊണ്ട് ആൾക്കാർ നല്ല ക്വാളിറ്റി ഉപയോഗിക്കണില്ല? എന്തുകൊണ്ട് ഹെൽത്ത് റിസ്ക് ചെയ്തിട്ട് അവർ കാശ് ലാഭിക്കാൻ വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ആ കാശ് തന്നെ അവർ പോയി ഫാർമസിയിൽ ചിലവാക്കുന്നുണ്ട്? അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ബിക്കോസ് എനിക്ക് ഒരു സ്വന്തം കമ്പനി തുടങ്ങിയാൽ കൊള്ളാമെന്നായിരുന്നു. ഇതുപോലെ ഓർഗാനിക് ഹെൽത്തി ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, എല്ലാവർക്കും എത്തിക്കാനുള്ള ഒരു കമ്പനി തുടങ്ങാമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എങ്ങനെ സംഭവിക്കും? ഇത് നഷ്ടമല്ലേ? ഇതിൽ ലാഭം എങ്ങനെ ചെയ്യാൻ പറ്റും? എനിക്ക് ഇതിന്റെ ഒരു ആൻസർ ഉണ്ടായില്ല. പിന്നെയാണ് കുറച്ച് വർഷങ്ങൾ മുമ്പ്, 5 വർഷം മുമ്പ് ഞാൻ ആർസിഎം എന്ന് കേൾക്കുന്നത്. അപ്പൊ ആർസിഎമ്മിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. പ്രൊഡക്ട്സ് നല്ലതാണ്, ടേസ്റ്റ് നല്ലതാണ്, ക്വാളിറ്റി നല്ലതാണ്, എല്ലാം ഹെൽത്തി ആണ്. അപ്പൊ വീട്ടിലൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. എൻ്റെ അമ്മ അപ്പൊ ഒരു ഐഡിയ എടുത്തു, ആർസിഎമ്മിന്റെ പ്രൊഡക്ട്സ് വീട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഈ പ്രൊഡക്ട്സ് വേറെ ആൾക്കാർക്ക് എത്തിക്കാനുള്ള ഒരു മൈൻഡ്, അപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത്. അപ്പൊ 3 വർഷം മുമ്പ് ഞാനും എൻ്റെ അച്ഛൻ റിട്ടയർ ആയി വന്നപ്പോൾ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് ഈ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഷോപ്പ് ഞങ്ങളുടെ എറണാകുളം MG റോഡിൽ ഒരു ചെറിയ ഷോപ്പ് വണ്ടർ വേൾഡ് പിക്ക് തുടങ്ങി. അന്നേരമാണ് ഞാൻ ഐഡിയ എടുത്തത്. ഞാൻ 3 വർഷമായി ഐഡിയ എടുത്തിട്ട് 2 വർഷം മുമ്പ് ഈ പുതിയ ഷോപ്പും തുടങ്ങി. എന്നിട്ട് എല്ലാവർക്കും ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഫാമിലിക്കും നല്ല ആരോഗ്യം കിട്ടിയിട്ടുണ്ട്. ആ, വേറെ കുറെ ആൾക്കാർക്കും ഞങ്ങൾ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പാൻഡ് ആവണം, കുറച്ചുകൂടി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഒരു ഐഡിയ കൂടി. അതിന്റെ ഒപ്പം തന്നെ കമ്പനിയുടെ എല്ലാ പ്രൊഡക്ട്സും ഈ കമ്പനിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആൾക്കാർക്ക് കാണണം. ബിക്കോസ് ഇപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല, ഈ കമ്പനിയിൽ ആട്ടയും മല്ലിപ്പൊടിയും മാത്രമല്ല, കോസ്മെറ്റിക്സ് ഉണ്ട്, പെയിന്റ് ഉണ്ട്, ഡ്രസ് ഉണ്ട്. ഇതെല്ലാം കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു പ്രൈം തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ഈ പ്രൈമിലോട്ടുള്ള ഞങ്ങളുടെ ജേർണി. ഇപ്പൊ ഈ കമ്പനിയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല. ഇത് കമ്പനിയിൽ പോയി കണ്ടാലേ ഇതിന്റെ ഒരു കംപ്ലീറ്റ് വിഷൻ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കമ്പനി പോയി കണ്ടത് 3 വർഷം മുമ്പ്, 2 വർഷം മുമ്പായിരുന്നു. അപ്പൊ കമ്പനിയിൽ പോയപ്പോൾ എനിക്ക് തോന്നി, ഇന്ത്യയിൽ വേറെ ഏത് കമ്പനിക്ക് ഇത്ര ധൈര്യമുണ്ട് കസ്റ്റമേഴ്സിന് അവരുടെ ഫാക്ടറി വിളിച്ചു കാണിക്കാൻ? വേറെ ഏത് കമ്പനിക്ക് ഇത്ര ധൈര്യം ഉണ്ടാവും? എല്ലാ കമ്പനിയും അവരുടെ ഫാക്ടറി ആർക്കും ആക്സസ് കൊടുക്കാതെ ഒളിച്ചു വെക്കും. പക്ഷെ ആർസിഎമ്മിന് ഇത്ര ധൈര്യമുണ്ട്, ഞങ്ങളുടെ കമ്പനിയിൽ വാ, ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒക്കെ കാണുക, ഇത്ര കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ഞങ്ങൾക്കും കിട്ടും. കമ്പനി കാണുമ്പോഴാണ് ഞങ്ങൾക്ക് അതിന്റെ ഒരു മഹത്വം മനസ്സിലാവുന്നത്. ഇത്ര ട്രാൻസ്പെറന്റ് ആയിട്ട്, ഇത്ര കസ്റ്റമർ കോൺഷ്യസ് ആയിട്ട് ഒരു കമ്പനി, ഇത് രാജസ്ഥാനിൽ പോയിട്ട് തന്നെ കാണണം. ആ പോകുന്ന ജേർണി തന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. അവിടെ പോയിട്ടും ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ ഞാനും രഞ്ജിത്ത് സാറും ആഷിഖ് സാറും ആമിർ സാറും എല്ലാം ഞങ്ങളെല്ലാവരും ആണ് പോയി കണ്ടത്. പിന്നെ ഒരു യൂത്ത് കോൺഫറൻസിനൊക്കെ പോയി. കഴിഞ്ഞ തവണ ഡൽഹിയിലായിരുന്നു, 2 വർഷം മുമ്പ് ഡൽഹിയിലായിരുന്നു യൂത്ത് കോൺഫറൻസ്. അപ്പൊ അതിനും പോയിട്ട് ആ വലിയ സ്റ്റേജിലെല്ലാം ഇത്ര ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ഇത്ര യങ്സ്റ്റേഴ്സ് അതിൽ കൂടുന്നുണ്ട്. അത് തന്നെ കാണാൻ ഒരു ഇൻസ്പിറേഷൻ ആണ്. ബിക്കോസ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് എല്ലാവരും ഒരു കരിയർ മൈൻഡ് സെറ്റ് ആണ്. ജോലി കിട്ടിയ ശമ്പളം ഉണ്ടെങ്കിൽ മാത്രമേ ജോലിയുള്ളൂ, ശമ്പളം കിട്ടാത്ത ജോലിയല്ല എന്നൊരു ഐഡിയ ആണ് ആൾക്കാർക്ക് ഉള്ളത്. പക്ഷെ ഈ ഐഡിയ നമുക്ക് മാറ്റണം. ആർസിഎമ്മിൽ നമുക്ക് ഇത്ര ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് സ്വന്തം ബലത്തിൽ മുകളിൽ കയറാനുള്ള ഒരു അവസരമാണ് ആർസിഎം. ഇത്ര എളുപ്പത്തിന് ഞങ്ങൾക്ക്
ബിസിനസ് ചെയ്യാം, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം. ബിസിനസ് അല്ലെങ്കിലും ഞങ്ങൾക്ക് സ്വന്തം വീട്ടിലെങ്കിലും ആരോഗ്യം ആരോഗ്യം കിട്ടാം, ഫ്രീ പ്രൊഡക്ട്സ് കിട്ടാം, ഡിസ്കൗണ്ടിൽ ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഒരു റെവല്യൂഷണറി കോൺസെപ്റ്റ് ആണ്. അപ്പൊ TCG ഈ കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഇത്ര സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവന്നു. അതിന് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പൊ ഞങ്ങളും ആ അച്ചീവ്മെന്റ് തന്നെ ഞങ്ങളും ക്യാരി ഫോർവേഡ് ചെയ്യണം. അപ്പൊ എല്ലാവരും വന്നിട്ട് കമ്പനി കാണും, കമ്പനിയിൽ നിന്ന് ആ വിഷൻ എടുത്തിട്ട് വേണം പോവാൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശ്രേയസ് സാർ. ശ്രേയസ് സാർ ഒരു CA സ്റ്റുഡന്റ് ആണ്. അതിനൊപ്പം തന്നെ RCMന്റെ വണ്ടർവേൾഡ് പ്രൈം എറണാകുളം സൗത്തിൽ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. സോ നമുക്ക് എല്ലാ RCMന്റെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി എറണാകുളം വണ്ടർവേൾഡ് പ്രൈമിനെ സമീപിക്കാവുന്നതാണ്. ശ്രേയസ് സാറാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. സോ അടുത്തായിട്ട് നമുക്ക് അടുത്തൊരു പവർഫുൾ ലീഡറിലേക്ക് നമുക്ക് പോവാം. അത് നമുക്ക് അങ്ങ് കണ്ണൂർ തന്നെയാണ്. നമുക്ക് നമ്മുടെ ഒരു എമറാൾഡ് അച്ചീവർ വിനോദ് സാറിന്റെ മകൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ അതുൽ കൃഷ്ണനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുൽ കൃഷ്ണൻ, പ്ലീസ് വെൽക്കം. ഹായ് സാർ, ഗുഡ് ആർസിയം. ഗുഡ് ആർസിയം. ആണോ? അതെ അതെ. ഓക്കെ, എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അതുൽ കൃഷ്ണ. വിളക്കോട് എമറാൾഡ് വിനോദൻ സാറിന്റെയും ജ്യേഷ്ഠ മേഡത്തിന്റെയും മകനാണ്. എന്താ പറയാ, ജനിച്ച കാലം മുതൽ എന്ന് പറയുന്ന പോലെ തന്നെ RCMനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, RCMന്റെ ക്ലാസ്സുകൾ കാണുന്നുണ്ട്. അങ്ങനെ കുറച്ചു കാലത്തെ എക്സ്പീരിയൻസ് RCMല് മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് ഇതിന്റെ ഗ്രോത്ത്, ഇതിന്റെ വിഷൻ ഒക്കെ എന്തൊക്കെയാണെന്ന് അന്നു മുതലേ കേട്ട് വളരുന്നുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യത്തില് പണ്ട് മുതലേ 2005 2010 ഒക്കെ ടൈം ആകുമ്പോൾ ഈ ടൈമിൽ RCM എന്തായിരിക്കും എന്നുള്ള കൃത്യമായ വിഷൻ അന്ന് മുതലേ നമുക്ക് കാണിച്ചു തരാൻ നമ്മൾ ലീഡേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലീഡേഴ്സ് ഇപ്പോഴും പറയുന്നു. 2026 അതിന് മുമ്പോട്ടേക്കുള്ള വിഷൻ, നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു വിഷനിലേക്ക് പോകുന്ന സമയത്ത് അതും വളരെ കൃത്യമായിട്ട് മുന്നോട്ടേക്കുള്ള വിഷൻ നമുക്ക് നമ്മുടെ ലീഡേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ ഗ്രോത്ത് നമുക്ക് കാണാനുണ്ട്. ഒരുപാട് നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാംസിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതിന്റെ കാര്യം തന്നെ നമ്മുടെ വിഷൻ അത്രക്ക് സ്ട്രോങ് ആണ്. നമ്മുടെ ബിസിനസിന്റെ വിഷൻ എന്ന് പറയുന്നത് അത്രക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോ ഈ ഒരു വിഷൻ കണ്ടിട്ട് തന്നെയാണ് ഈ RCMല് ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഇനിയും മുന്നോട്ടേക്ക് പോകണം എന്ന തീരുമാനം ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേ വിഷൻ നമുക്ക് മറ്റ് യങ്സ്റ്റേഴ്സിനും കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരും ഇതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെങ്കിൽ അവരെ വിഷൻ കൃത്യമായിട്ട് അവരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള പ്രോഗ്രാംസിൽ അവരെ അറ്റൻഡ് ചെയ്യിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സിനെ കാണാൻ പറ്റും, ഒരുപാട് അച്ചീവേഴ്സിനെ കാണാൻ പറ്റും, ഒരുപാട് അച്ചീവ്മെന്റ് കാണാൻ പറ്റും, എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിലൂടെ നമ്മുടെ RCMന്റെ ഗ്രോത്ത് എവിടത്തോളം ഉണ്ട്, ഇനി നമുക്ക് എത്രത്തോളം വളരാനുണ്ട്, ഇനി എന്തൊക്കെയാണ് നമ്മുടെ കമ്പനിയുടെ ഇനി അങ്ങോട്ടേക്കുള്ള പ്ലാന്, വിഷൻസ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, അത് നമുക്ക് തരുന്ന ഒരു പ്രചോദനം ഒക്കെ തന്നെയാണ് നമ്മുടെ RCMല് നമ്മളെ യങ്സ്റ്റേഴ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ RCMല് ഇന്ന് കാണുന്ന ഈ ഒരു ഗ്രോത്ത്, ആകാശ് സാറും ഒരുപാട് ലീഡേഴ്സ് ഇപ്പൊ അവർക്ക് വന്നിട്ടുള്ള കുറെ ഇൻകത്തിന്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇൻകം കാര്യങ്ങളൊന്നുമല്ല, ഇൻകം ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഇതൊക്കെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇനിയുള്ള ജനറേഷനിലേക്കും കിട്ടും എന്നുള്ള വിഷൻ കൃത്യമായിട്ട് കാണിച്ചു തരാനും, എന്നാൽ കാണിച്ചു തരുന്നത് മാത്രമല്ല അത് കൃത്യമായിട്ട് നൽകുകയും ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് കൂടെ നിൽക്കുന്നു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് എല്ലാവരുടെയും നെക്സ്റ്റ് ജനറേഷനും ഇനി അതിന്റെ ജനറേഷനും ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോ ഒരു ജനറേഷന്റെ ഒരു ഗ്രോത്ത് എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം നമ്മുടെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റ് ഇന്ത്യയിൽ നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗിൽ എത്രത്തോളം ഒരു തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഇനി അതിന്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ അതിന്റെ തുടക്കത്തിൽ തന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. ഇനി അതിൻ്റെതായിട്ടുള്ള സീരിയസിലേക്ക് ഞാൻ എടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുവന്നുണ്ട്. ഒരുപാട് ലീഡേഴ്സ് അത് എടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു.
ഇനി ഇവിടെ പറയാത്തതായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഇന്നും RCMൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അച്ചീവ്മെന്റ്സും നമുക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇനി നെക്സ്റ്റ് ജനറേഷൻ ഇനിയും മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതിന്റെ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. അത് കൃത്യമായി കാണിച്ചു കൊടുത്തുകൊണ്ട് ആൾക്കാര് ഇനിയുള്ള ഒരു കരിയർ ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് RCM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആ സാധ്യത നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ആ കരിയർ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റണം. അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. പ്രോഗ്രാമിലേക്ക് ബിൽവാരയിലേക്ക് ഞാനും ഉണ്ടാവും. എന്തായാലും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാംസ് ഡൽഹിയിലും നമ്മുടെ കേരളത്തിലൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ബിൽവാരയിൽ നമ്മുടെ ഒരു ഹോം ഗ്രൗണ്ട് എന്നൊക്കെ പറയും. നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ അങ്ങനെ പറയും. ഹോം ഗ്രൗണ്ടിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് പോയി കമ്പനിയിൽ പോയി പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കമ്പനി കണ്ട് തിരിച്ചു വരാനുള്ള വലിയൊരു അവസരമാണ്. ഏറ്റവും പറ്റുന്ന ആൾക്കാരൊക്കെ ഇനിയും സമയം ഒട്ടും വൈകിട്ടില്ല, വൈകിയെന്ന് വിചാരിക്കൊന്നും വേണ്ട, സമയം ഒട്ടും വൈകിട്ടില്ല. അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ ഈ ഒരു വിഷൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. എത്രത്തോളമാണ് നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്നത് എന്നത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തുകൊണ്ട് ആൾക്കാരെ ഇനിയും അസോസിയേറ്റ് ചെയ്യാനുള്ള സമയം ഇനിയും ഉണ്ട്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ബിൽവാരയിൽ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു. ഗുഡ് ആർസിയം സർ. താങ്ക് യു സാർ. അപ്പോൾ കണ്ണൂർ നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ അതുൽ സാർ നമുക്ക് അതുൽ സാറിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പങ്കുവച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു ഇവന്റ് പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതിലെനിക്ക് ഒരു വളണ്ടിയർ ആയിട്ട് നിൽക്കാനും കൂടി ഒരു അവസരം കിട്ടിയതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ അടുത്തറിയാൻ പറ്റിയിരുന്നു. ഇപ്പോൾ അതുൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം നമുക്ക് ഡൽഹിയിലല്ല, നമ്മുടെ ഹോം ഗ്രൗണ്ടിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തുന്നതും ആ ഫംഗ്ഷൻ മറ്റൊരു സ്ഥലത്ത് നടത്തുന്നതും വ്യത്യാസമുണ്ട്. നമ്മുടെ വീട്ടിൽ നടത്തണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ടായി നടത്തും. അപ്പോൾ എങ്ങനെയാണ് RCM വേൾഡിൽ ഈ പ്രോഗ്രാം നടക്കുന്നതിന് കാണാനായിട്ട് എക്സൈറ്റ്മെന്റിലാണ് ഞാനും ഈ പ്രാവശ്യം പോകുന്നത്. അപ്പൊ അത് കാണാനായിട്ട് കുറെ ആൾക്കാർ നമ്മുടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന നമ്മുടെ അടുത്തൊരു പവർഫുൾ ലീഡറാണ് നമ്മുടെ പുതിയ റൂബി അച്ചീവർ ആയിട്ടുള്ള നമ്മുടെ റൈസിംഗ് കോർ ലീഡർ കൂടി ആയിട്ടുള്ള നമ്മുടെ ഗിരീഷ് സാറിന്റെ മകൻ ജിഷ്ണു ആണ് നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഒരാളുടെ ഒരു എക്സൈറ്റ്മെന്റ് പങ്കുവയ്ക്കാൻ നമ്മുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ പവർഫുൾ ലീഡർ ഗിരീഷ് സാറിന്റെ മകൻ ജിഷ്ണു സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം സാർ. ഹലോ, ക്ലിയർ ആണോ? JRCM ക്ലിയർ ആണ്, പറഞ്ഞോളൂ സാർ. JRCM, എൻ്റെ പേര് ജിഷ്ണു ഗിരീഷ്. റൂബി അച്ചീവറായ ഗിരീഷ് സാറിന്റെയും ജിഷ മാഡത്തിന്റെയും മകനാണ്. ഇപ്പോ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോ ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ഇപ്പോ ഈ യൂത്ത് ജനറേഷൻ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനിപ്പോ ഡൽഹിയിലായിരുന്നു അറ്റൻഡ് ചെയ്തത്. അത് വളരെയധികം കുറെ നല്ല ഗുഡ് മൂമെന്റ്സ് എനിക്ക് അവിടെ വെച്ച് കിട്ടിയിട്ടുണ്ടായി. അതുപോലെ തന്നെ പല സ്ഥലങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ടായി. അതുപോലെ തന്നെ ഇപ്രാവശ്യം ബിൽവാരയിലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 9ൽ പഠിക്കുമ്പോഴാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ബിൽവാരയിൽ കമ്പനി വിസിറ്റ് ചെയ്തത്. അന്ന് അച്ഛൻ്റെ ഒപ്പം ഒരു ചെറിയ ടീമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഒപ്പം ഞാൻ കമ്പനി വിസിറ്റ് ചെയ്തു. ഇപ്പോ ഒരു 6-7 വർഷമായി തോന്നുന്നു, 6-7 വർഷമായി ഞാൻ ഇപ്പൊ കമ്പനി വിസിറ്റ് ചെയ്തിട്ട്. കുറെ പേര് പറയുന്നുണ്ട് കമ്പനിക്ക് ഇന്ന മാറ്റമുണ്ട്, ഇത്രയും വളർന്നു, കമ്പനിയിൽ ഇന്ന പ്രോഗ്രസ് ഉണ്ട്. അപ്പോ അതൊക്കെ ഇപ്പോ നമുക്ക് യൂത്ത് അയക്കേണ്ട ഈ യൂത്ത് മീറ്റിങ്ങും ആ ഒരു ഫെസ്റ്റിവലും കമ്പനിയും ഒരുമിച്ച് ഉള്ള സ്ഥലത്തായതുകൊണ്ട് രണ്ടും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. അപ്പോ ഞാൻ അത്ര ആകാംക്ഷയിലാണ് 24-ാം തീയതി ആ ഒരു വലിയ പ്രോഗ്രാമിന്റെ ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാനിപ്പോ 8 വർഷമായിട്ട് ഞാൻ എൻ്റെ കുടുംബം ഇതിൽ ജീവിക്കുകയാണ്. RCMൽ ഉള്ളതല്ല, ബിസിനസ്സേ അല്ല, ഇതിൽ ജീവിക്കുകയാണ് സത്യം പറഞ്ഞ. കാരണം അത്രയധികം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തൊരു വലിയൊരു പ്രസ്ഥാനമാണ് നമുക്ക് ഈ RCM. കാരണം ഇപ്പോ കുറെ കുട്ടികളായാലും കുറെ ചെറുപ്പക്കാരായാലും പഠിച്ചിറങ്ങിയിട്ട് അവർക്ക് ജോലിയില്ല. അതാണിപ്പോ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഈ സമൂഹത്തില്. അപ്പോ അവർക്കൊരു വലിയൊരു വരുമാന മാർഗമായിരിക്കും നമുക്ക് ഈ RCM. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എത്രത്തോളം കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, ഈ ഒരു പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു, അത് അവർക്കൊരു അവരുടെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. കുറെ പേര് തന്നെ ഇതിലൂടെ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ
എനിക്ക് എന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ ഞാനും RCM എന്ന ഒരു എനിക്ക് RCM കുറിച്ച് കേൾക്കാൻ സാധിച്ചു, എനിക്കിതിൽ ഉൾപ്പെടാൻ സാധിച്ചു. അതാണ് ദൈവം എനിക്ക് എന്നതിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോ ഞങ്ങൾ എന്തായാലും ഈ പ്രാവശ്യം ഡൽഹി നമ്മുടെ ബിൽബാരയില് അടിച്ചു പൊളിക്കും. അപ്പോ കുറെ യൂത്ത് പഠിച്ചിറങ്ങിയ കുറെ കുട്ടികളെ RCM ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റൻഡ് ചെയ്താൽ അവർക്ക് അതൊരു വലിയൊരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും. ഇപ്പോ കഴിഞ്ഞൊരു ഡൽഹി പ്രോഗ്രാം തന്നെ, അതിൽ നിന്നൊക്കെ എന്തോരം കാര്യം നമുക്ക് പഠിക്കാൻ കിട്ടിയെന്ന് അറിയൂ. പല പല ആൾക്കാരായിട്ട് നമുക്ക് സൗഹൃദത്തിൽ ചേരാൻ സാധിച്ചു. പല അറിവുകൾ നമുക്ക് ആ പ്രോഗ്രാം കിട്ടി. പല 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 നല്ലൊരു മൂമെന്റ്സ്. അതുപോലെ തന്നെ അതിലുപരി തന്നെ എനിക്കും എന്റെ ഫാമിലിക്കും നല്ലൊരു റിസോർട്ടില് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ഫാമിലിക്കും നല്ലൊരു കിടിലെ 5 സ്റ്റാർ റിസോർട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അവിടെയും കുറെ കുറെ ബന്ധങ്ങൾ കിട്ടി, കുറെ കുറെ ഞങ്ങൾ ഷെയർ ചെയ്തു, കുറെ കാര്യങ്ങൾ പഠിച്ചു. അപ്പോ ഡൽഹി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ആ ഒരു യാത്ര അത് വളരെയധികം സന്തോഷവും അത്രയും അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോ ഓരോരുത്തരും RCMലേക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ വരാം. അത് നിങ്ങൾക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും. അപ്പോ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു സാർ. നമുക്കൊരു യങ്സ്റ്ററിന്റെ വാക്കുകളാണ് കേട്ടത്. അദ്ദേഹം ഒരു MBA സ്റ്റുഡന്റ് കൂടിയാണ്. സോ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ, പവർഫുൾ ലീഡർ, റൈസിംഗ് കോർ ലീഡർ ആയിട്ടുള്ള റൂബി ഗിരീഷ് സാറിന്റെ ജിഷ മാഡത്തിന്റെ മകനാണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രോഗ്രാമിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച്. കഴിഞ്ഞ പ്രോഗ്രാമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു RCM പ്രസ്ഥാനത്തിലേക്ക് ഒരാൾ കടന്നു വരാണെങ്കിൽ, യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാൾ കടന്നു വരാണെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മെയിൻ ഡൗട്ടുകളായിരുന്നു, അവിടുത്തെ മെയിൻ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന രീതിയിലായിരുന്നു അവിടുത്തെ എല്ലാ സെഗ്മെന്റും. ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓരോ ടെക്നിക്കൽ അച്ചീവർ, യങ്സ്റ്റേഴ്സിൽ തന്നെ ടെക്നിക്കൽ അച്ചീവർ ആയിട്ടുള്ള ഓരോ സീനിയർ ലീഡേഴ്സിന് ഒരു ടോപ്പിക് കൊടുത്തതെന്താ വെച്ചാല്, എന്തായിരിക്കും ഒരു പുതിയ ആളുടെ മനസ്സിലുള്ള ഡൗട്ടുകൾ, ആ ഡൗട്ടുകൾ എങ്ങനെയൊക്കെ നമുക്ക് അദ്ദേഹം എങ്ങനെയാണ് ഒരു ആൾക്ക് എന്തായാലും ആ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുമ്പും അതുപോലത്തെ ഡൗട്ടുകൾ ആൾക്കാർക്ക് വന്നിട്ടുണ്ടാവില്ല. അതുപോലത്തെ ഡൗട്ടുകൾ മാറ്റിയ ആൾക്കാരാണ് ടെക്നിക്കൽ ലെക്ചർ ആയിട്ടുണ്ടാവാം. അതുപോലത്തെ ഒരു ടെക്നിക്കൽ ലെക്ചറാണ് നമ്മളോട് അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹം ആലപ്പുഴയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ പവർഫുൾ ലീഡർ ആയിട്ടുള്ള അമൽ സാറിനെ ഞാൻ വേദിയിൽ ക്ഷണിക്കുകയാണ്. അമൽ സാർ, പ്ലീസ് വെൽക്കം. ഹലോ അമൽ സാർ, കേൾക്കുന്നുണ്ടോ? JR സിംഗ് സാർ, പറഞ്ഞോളൂ സാർ. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, എന്തായാലും വന്നേ ഉള്ളു. എല്ലാവർക്കും ഒരു JR സിംഗ്, ഗുഡ് RCM. പേര് അമൽ എന്നാണ്. സാർ പരിചയപ്പെടുത്തിയ സ്ഥലം ആലപ്പുഴ ഹരിപ്പാട്. ഒരു മാസം കഴിഞ്ഞാറുകൊണ്ട് 6 വർഷം RCM വന്നിട്ട്. ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്, ഫാമിലി ആയിട്ട് അച്ഛനും അമ്മയുണ്ട്. 8 വർഷക്കാലം കഴിഞ്ഞ് എന്തായാലും കുറെ കാര്യങ്ങൾ കേട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, RCMലേക്ക് ഞാൻ വരുന്നത് ഒരിക്കലും ഈ പറഞ്ഞ കമ്പനി കണ്ടിട്ടോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടോ അതിന്റെ ഗുണമേന്മ ഒന്നും കണ്ടല്ല, വരുമാനം കണ്ടിട്ടാ. ഞാൻ പഠിച്ച BCom ആണ്. ആ സമയത്ത് പഠിച്ചതിന് ശേഷം 2020, എനിക്കൊന്ന് ഒരു 6 വർഷം ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ കോവിഡ് ടൈം. ആ കോവിഡ് ടൈം ഞാൻ കുറച്ച് ടെസ്റ്റ് ഒക്കെ അടിക്കുന്ന സമയത്താണ് ഈ ലോക്ക്ഡൌൺ വന്നിട്ട് ഇന്ത്യ ടോട്ടലി അടച്ചു പോകുന്നത്. ഒരു 45 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടൊരു പിക്ചർ, അന്ന് ഞങ്ങളുടെ ഹരിപ്പാട് ഒരുമപ്പെട്ട വലിയ ബിസിനസ് എല്ലാം തകർന്നു പോയി. അതുപോലെ തന്നെ ഞാൻ കണ്ട മറ്റൊരു പിക്ചർ, ഈ 4-5 വണ്ടിയുള്ള കുറെ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വണ്ടികളെല്ലാം വളരെ ചുരുങ്ങി പോകുന്നത്. കുറെ ആൾക്കാർ തിരിച്ച് പ്രവാസികൾ റിട്ടേൺ വരുന്നത്. അങ്ങനെ ഈ സമയത്താണ് ഏപ്രിൽ മാസം, എനിക്കൊന്ന് അന്ന് അമ്മയുടെ ഐഡിയ ഏകദേശം ഈഗിള് ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് എനിക്കൊന്ന് ഓപ്പൺ സംതിങ് ആയിട്ടുള്ള തികച്ച 1 ലക്ഷം PV ഇല്ല, പിന്നെ സ്റ്റാർ ഡയമണ്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ മാസം എനിക്ക് തോന്നുന്നു ഈ വരുന്ന കമ്മീഷൻ അന്ന് അമ്മ എന്നെ കൊണ്ട് കാണിച്ചു. അത് വലിയ 5 അക്ക ഒന്നുമില്ല, 4 അക്ക ഉള്ളു. 4 അക്ക അലച്ചു നോക്കുക, വലിയ എമൗണ്ട് ഇല്ല. പക്ഷെ അന്ന് അത് വലിയൊരു സംഭവം തന്നെ. കാരണം ഇന്ത്യയിൽ എവിടെ ആർക്കും വരുമാനമില്ല. അന്ന് എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യമായിട്ട് RCMലേക്ക് ഒന്ന് കണ്ണോടിച്ച്. പിന്നീട് ഹേമസാറിന്റെ പ്രോഗ്രാമിലാണ് ഫുൾ ടൈം ഒരു തീരുമാനം എടുത്ത് ഇറങ്ങുന്നത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, RCMലേക്ക് ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്നത് എല്ലാം കിട്ടുന്ന പ്രസ്ഥാനം. വെറുതെ പറയുന്നതല്ല. ഞാൻ പറഞ്ഞ 8 വർഷമായി അമ്മ അച്ഛനെ ഉൾപ്പെടെ RCMലേക്ക് വന്നിട്ട് ഞാൻ വന്നിട്ട് 6 വർഷമാകാറായി. ഒരു 5 വർഷമായിട്ട് വീട്ടിൽ നിന്ന് ആരും ഒരു മരുന്ന് ഉപയോഗിക്കുന്നില്ല. അത് ഏറ്റവും വലിയ നേട്ടം. ചുമ്മാ പറഞ്ഞില്ല, ഒരു ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ അച്ഛനും അമ്മയും മരുന്നില്ലാതെ ജീവിക്കുക, ഫാമിലി ടോട്ടലി ജീവിക്കുക, ഒരു ഹോസ്പിറ്റലിൽ പോകാതിരിക്കുക, അതൊക്കെ വലിയൊരു ബെനിഫിറ്റാ. അത് കിട്ടിയൊരു പ്രസ്ഥാനം. പിന്നെ സാമ്പത്തികം, ടെക്നിക്കൽ അച്ചീവർ ആണ്. ഏകദേശം ഒരു 2 ലക്ഷം രൂപ വരുമാനം. എന്ന് പറയുമ്പോഴത്തേക്കും 24-ാം വയസ്സിലാണ് ഒരു കാർ എടുക്കാൻ പറ്റുന്നത്. ഓൾറെഡി വീട്ടിൽ കാറുണ്ട്, ചെറിയൊരു കാറാണ്. പക്ഷെ RCMോട് ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കാറ് TCGയുടെ കാറാണ്. അത് വെറുതെ പറയുന്നില്ല. അതിൽ അടച്ചുകൊണ്ടിരുന്ന EMI
ഉപയോഗിക്കുന്ന പെട്രോള് അല്ലെങ്കിൽ ഗ്യാസ് അതെല്ലാം കിട്ടുന്ന RCM പൈസയിലുള്ള. പിന്നെ അതിലും ഈ ചെറുപ്പത്തിൽ 24 വയസ്സ് ഏകദേശം ഇന്ന് ആ വണ്ടിയുടെ വില ഏകദേശം 13 ലക്ഷം രൂപ ഉണ്ട്. ആ ഒരു വണ്ടി എടുക്കുക ചെറിയ ചെറിയ കാര്യമല്ല. പിന്നെ എന്തായാലും RCM വരുന്നതിന് മുമ്പേ നാട്ടിലൊരു ജോലി, ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു ബാങ്കിലെ ജോലി മാത്രമേ പ്രതീക്ഷയുള്ളൂ. അതുകൊണ്ട് പാസ്പോർട്ട് എടുത്തിട്ടില്ല, കാരണം ഒരു പ്രവാസിയാൻ തീരെ താല്പര്യമില്ല. എന്നെ പാസ്പോർട്ട് എടുപ്പിച്ചത് RCM ആണ്. കാരണം എനിക്ക് തോന്നുന്നു ₹1 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ 2022 തായ്ലൻഡ് പോകാൻ പറ്റി. അതൊരിക്കലും ചെറിയ കാര്യമല്ല. അത് അയച്ചു അങ്ങനെ പറയാൻ പറ്റുന്ന ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പ്രധാനമായിട്ടും പറയാൻ 2 കാര്യങ്ങളുണ്ട്. ടെക്നിക്കൽ അച്ചീവ്മെന്റ് പറഞ്ഞ് 6 ലക്ഷം രൂപ വരുമാനം. ഈ 6 ലക്ഷം രൂപ ഇത്ര ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ പറയാം, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ BCom വെച്ച് പഠിത്തം നിർത്തി. അതിനുശേഷം MBA ഒന്നും പോയില്ല, BBA ഒന്നും പോയില്ല. അപ്പം എന്റെ കൂടെ പഠിച്ച കുറെ ആൾക്കാർ എന്ത് ചെയ്ത്, ഈ BCom കഴിഞ്ഞിട്ട് അവർ MBA പോയി. അപ്പൊ അവർ എന്നെ വിളിച്ചായിരുന്നു. എന്തായാലും എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം ആ സർട്ടിഫിക്കറ്റ് എന്റെ വീട്ടിൽ ഇപ്പം ഇരിപ്പുണ്ട് കേരളയിലെ. ഒരു ചെറിയൊരു കുഴലില്ലാത്തതുകൊണ്ട് വലിയ കാര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ എന്തായാലും BCom വെച്ച് പഠിത്തം നിർത്തി. ഇവര് വീണ്ടും പഠിക്കാൻ പോയി. നിങ്ങൾ എത്ര പേര് ഇത് പറഞ്ഞ വിശ്വസിക്കാൻ എനിക്കറിയില്ല. അവർ ഞങ്ങളുടെയൊക്കെ ഒരു തോട്ടപ്പള്ളി, ഞാൻ പറഞ്ഞിട്ട് തോട്ടപ്പള്ളി തൊട്ട് ഒരു കായംകുളം വരെ ഒരു 6-7 പേര് ഇന്ന് 7,000 രൂപ തൊട്ട് 12,000 രൂപയ്ക്ക് വരെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് അത് പകുതി ആൾക്കാർ നാട്ടിലില്ല, അവരെല്ലാം തിരിച്ച് പല പല രാജ്യത്തേക്ക് പോയി ജോലിക്ക് വേണ്ടി. ഇനി ഞാൻ മനസ്സിലായ കാര്യമുണ്ട്, നമുക്ക് ജോലി കിട്ടുക എന്നല്ല, ജോലി കിട്ടിയാലും നമ്മൾ അറിയിക്കുന്ന ഒരു വരുമാനം കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ നാട്ടിൽ പിടിച്ചിരിക്കുന്ന എന്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, അവർ വർക്ക് ചെയ്യുന്നത് അൾട്രാടെക് സിമെന്റ് കമ്പനി, അതുപോലെ ആക്സിസ് ബാങ്ക് തിരുവല്ല. ആലോചിച്ച് നോക്കുക, ആ ബാങ്കിൽ ജോലി ചെയ്ത കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം വിളിച്ചു. ഞാൻ പേടാ സമയത്ത് ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ട് വാട്സപ്പിൽ. അപ്പൊ ഇവനെ കണ്ടു വിളിച്ചിട്ട് കുറെ കാര്യം തിരക്കി. ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, അവൻ ഒരു മാസത്തെ ടാർഗറ്റ് 250 രൂപ, എന്നുവെച്ചാൽ 50 ലക്ഷം രൂപ ടാർഗറ്റ് ഉണ്ട്. അത് എങ്ങനെയെങ്കിലും എത്തിക്കണം. ഈ 50 ലക്ഷം രൂപ ആ ബാങ്കിന് ഒരു ബ്രാഞ്ച് പിടിച്ചു കൊടുത്ത കിട്ടുന്ന വരുമാനം 18,000 രൂപ. അതിലും പല രാജ്യത്ത് പോയിട്ടുണ്ട്. എനിക്കൊരു കാര്യം അറിയാം, ഈ പോയവരാരും തിരിച്ചു വരാൻ പോകുന്നില്ല. അത് മറ്റൊരു സത്യം. അപ്പം എനിക്ക് ഇവിടെ ഇരിക്കുന്ന മെജോറിറ്റി ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാ തീർച്ചയായിട്ടും അടുത്തൊരു ജനറേഷൻ വരും. പക്ഷെ ഞാൻ വന്നപ്പോൾ എന്റെ മുന്നിൽ UK-യും ജർമ്മനിയും ജപ്പാനും ഒന്നുമില്ല. പക്ഷെ ഞാൻ വന്നപ്പോൾ കണ്ട വരുമാനം 4 പക്ഷെ ഇന്നത്തെ ഒരു ജനറേഷൻ തീർച്ചയായിട്ടും അവർ വലിയൊരു ലോകത്താ, സ്വപ്ന ലോകത്താ. അവരുടെ മുന്നിൽ UK-യും ജർമ്മനിയും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ മിനിമം ഒരു 6 ലക്ഷം ഉണ്ടെങ്കിൽ വരുമാനത്തിലേക്ക് എത്തിച്ചിട്ട് അവരിലേക്ക് കൊടുത്ത് തീർച്ചയായിട്ടും ഒരു ഏറ്റെടുക്കും. പിന്നെ RCM ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ കണ്ട മറ്റൊന്നുമല്ല, അത് ജീവിതത്തിലും വലിയൊരു ഭാഗ്യം തന്നെ. ഞാൻ ജനിച്ചെന്റെ വീട്, എന്റെ നാട്, എന്റെ അച്ഛൻ, എന്റെ അമ്മ, സഹോദരങ്ങള്, ഇവരോടൊപ്പം ദിവസവും രാവിലെ എഴുന്നേക്കാൻ കഴിയുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇപ്പൊ എന്താ ഞങ്ങൾ വർക്ക് ചെയ്യാൻ ഞാൻ അമ്മ വന്നേ ഉള്ളൂ. അച്ഛൻ കട പൂട്ടി അച്ഛൻ വന്ന്, ചേട്ടനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇനി രാവിലെ ഇതൊക്കെ തന്നെ സെയിം റിപ്പീറ്റ്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഇതൊക്കെ തന്നെ. സ്വന്തം കുടുംബത്തിനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ തന്നെ RCM ആണ്. അപ്പം അധികം സമയം എടുക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും വലിയൊരു വിജയം മാത്രം തൽക്കാലം ആശംസിച്ചു നിർത്തുന്ന RCM. താങ്ക് യു സാർ. നമുക്ക് ആലപ്പുഴയിൽ നിന്ന് അമൽ സാറിന്റെ ഒരു ലൈഫാണ് നമുക്ക് ഒന്ന് തുറന്നു കാണിച്ചു തന്നത്. അപ്പോൾ നല്ലൊരു ഷോപ്പ് നടത്തിക്കൊണ്ട്, നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ട് പേൾ അച്ചീവ്മെന്റും എത്തി അദ്ദേഹം നല്ലൊരു ഷോപ്പും കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്തായിട്ട് നമുക്ക് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ്, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്ഥലത്ത് നിന്ന്, പുതിയ മുഖ്യമന്ത്രിയുടെ സ്ഥലത്ത് നിന്ന് നമ്മുടെ RCMന്റെ ഒരു ഷോപ്പ് നടത്തുന്ന പറവൂരിൽ നമ്മുടെ RCMന്റെ ഒരു നല്ല അടിപൊളി വണ്ടർ വേൾഡ് ക്യുക്ക് നടത്തുന്ന അലൻ സാറിനെയാണ് ഞാൻ ക്ഷണിക്കുന്നത്. അലൻ സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു ആഷിഖ് സാർ. സാർ, ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല. ഞാൻ സാറിനോട് നേരത്തെ ഇൻഫോം ചെയ്തിരുന്നു. ഞാനിപ്പോ ഹൈദരാബാദിലായതുകൊണ്ട് എന്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓഡിയോ മാത്രം ഓൺ ആക്കുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും JRCM, ഗുഡ് RCM. എന്റെ പേര് അലൻ, നോർത്ത് പറവൂർ സ്വദേശിയാണ്. സ്റ്റാർ പ്ലാറ്റിനം അച്ചീവറായിട്ടുള്ള ഷാജി സാറിന്റെ മാൻസി മാഡത്തിന്റെ മകനാണ്. ഞാൻ ഈ ബിസിനസ് തൊട്ട് കടന്നു വരാനായിട്ട് ഓഫ് കോഴ്സ് എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ പാരന്റ്സ് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ബിസിനസ്സിലോട്ട് കടന്നു വന്നതിന് ശേഷം അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഹാപ്പിനെസ്, എൻജോയ്മെന്റ്, പിന്നെ അതേപോലെ തന്നെ ടൈം ഫ്രീഡം, അത് എന്നെ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ RCM ഏറ്റെടുത്ത് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തത്. പക്ഷെ ഞാൻ ആദ്യത്തെ സ്റ്റേജിലൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ബിസിനസ്സിനെ ഞാൻ കാര്യമായിട്ട് ഞാൻ ഗൗനിച്ചിരുന്നില്ല. ഞാൻ പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യാറുന്നു. ഇതേപോലെ ഷോപ്പ് നോക്കിയിരുന്നു. അതേപോലെ തന്നെ ഹോം ഡെലിവറിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ എന്നാലും ഒരു ഫുൾ ഫ്ലെഡ്ജിൽ സത്യം പറഞ്ഞാൽ RCM ഞാൻ ചെയ്യണം എന്നൊരു തീരുമാനം ഞാൻ എടുത്തിരുന്നില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ജോബ് നോക്കി അങ്ങനെയാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി എക്യുപ്മെന്റ്സ് കമ്പനിയിൽ
അവിടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിട്ടായിരുന്നു. പക്ഷെ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഞാൻ എവിടെ പോയാലും അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് ഞാൻ RCMൽ തന്നെ വരുമെന്ന് അമ്മ എപ്പോഴും എപ്പോഴും എന്നോട് പറയുമായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 100% ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം RCM എപ്പോഴും എൻ്റെ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് എപ്പോഴും അത് ആക്ട് ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കറക്റ്റ് ഞാൻ തിരിച്ച് ഞാൻ RCMലോട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോംലി ഫീൽ എപ്പോഴും എനിക്ക് RCM കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും തിരിച്ച് ഞാൻ RCMലോട്ട് ഞാൻ എപ്പോഴും വന്നിരുന്നു. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ RCMലോട്ട് ഞാൻ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ആവാമെന്ന് ഞാൻ ഒരു ഡിസിഷൻ എടുത്തത്. പിന്നെ അതേപോലെ തന്നെ ആ, ഞാൻ എന്നെ മിക്കവാറും കൂടുതൽ ആൾക്കാർ അറിയാൻ ചാൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ബിഗ് ഇവന്റ്സിൽ അല്ലെങ്കിൽ ഒരു വലിയ പ്രോഗ്രാമിൽ മാത്രമേ ഞാൻ എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ RCMൽ ഒരു ക്യാമിയോ റോൾ കളിക്കുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മ ഒരു സിനിമയിലൊക്കെ ഒരു മേജർ ക്യാമിയോ റോൾ എന്ന് പറഞ്ഞ ഒരു ഗസ്റ്റ് റോൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു രീതിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇനി മുതൽ ഞാൻ ഒരു മെയിൻ ലീഡായിട്ട് സത്യം പറഞ്ഞാൽ ആക്ട് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വൺ ഓഫ് ദി മേജർ സ്റ്റെപ്പ് എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിനെ ഞാൻ കാണുന്നത്. പിന്നെ മാത്രമല്ല ഇപ്പൊ ഈ ജേണിയിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സിന്റെ ഒപ്പം ഉണ്ട്. അപ്പൊ അവരുടെ ഒപ്പമുള്ള ഒരു ജേണി എനിക്ക് നല്ല രീതിക്ക് നോളജ് അക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെ ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള യൂത്തും വന്നു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും, നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിക്ക്, നമ്മളെ ജീവിതത്തിൽ വിജയിക്കാവുന്ന രീതിക്ക്. പിന്നെ മാത്രമല്ല ഇപ്പൊ നമ്മളൊരു ലീഡറായിട്ട് കമ്പനി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സീനിയർ ലീഡർ എന്നുള്ള രീതിക്കല്ല, അവരൊരു ബ്രദർലി ഫീൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഫീൽ ആണ് എപ്പോഴും നമുക്ക് അവർ തരാറുള്ളത്. അപ്പൊ ആ ഒരു ഫീല് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കിട്ടും. ആ ഒരു പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. അപ്പൊ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ എന്തായാലും വരണം. JRCM ഗുഡ് RCM സാർ. ഹലോ, കേൾക്കുന്നില്ലേ? യെസ്. നമുക്കിപ്പോ നമ്മുടെ അലൻ സാർ നമുക്ക് പറഞ്ഞു തന്നു എന്താണ് അദ്ദേഹം ഒരു ക്യാമിയോ റോൾ ആയിരുന്നു. വലിയ പ്രോഗ്രാമിന് മാത്രമാണ് നമ്മുടെ ആളുടെ പാരന്റ്സിന്റെ കൂടെ വരാറുള്ളത്, ഷാജി സാറിന്റെ ആൻസി മാഡത്തിന്റെയും കൂടെ. ഇപ്പോ RCMന്റെ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഫുൾ ആയിട്ട് RCMലേക്ക് ഇൻവോൾവ് ചെയ്യാൻ അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഓൾറെഡി വർക്കിംഗ് കൂടിയാണ്. സോ നമുക്കിനി വരാൻ പോകുന്ന പ്രോഗ്രാം നമ്മുടെ 24-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് RCMൽ വരുന്ന യങ്സ്റ്റേഴ്സിന്റെ ഡൗട്ടുകൾ മാറ്റി കൊടുക്കുക, അതേപോലെ തന്നെ അവർക്ക് നല്ലൊരു വഴി വെട്ടി തളിച്ചിട്ടാക്കിയാണ് അത് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഇപ്പോഴത്തെ കോർ ലീഡേഴ്സിന്റെ ലൈഫ് അവരെങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ വന്നത്, ഇപ്പോ അതില് യങ്സ്റ്റർ ആയിരുന്ന സമയത്ത് RCMൽ ജോയിൻ ചെയ്ത് ഇപ്പോ നല്ല സീനിയർ പൊസിഷനിൽ സ്റ്റാർ സഫയർ ആയിട്ടുള്ള കോർ ലീഡർ ആയിട്ടുള്ള ആളുകൾ വരെയുണ്ട്. സോ അതുപോലത്തെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലത്തെ നല്ലൊരു ഇവന്റ് ആണ് നടക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മളോട് ഇനി സംസാരിക്കാൻ പോകുന്ന യങ്സ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന്, പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ലാസ്റ്റത്തെ ആളാണ്. അദ്ദേഹം ഈ കാണിച്ചെന്ന എല്ലാം, അതുപോലെ RCMലേക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ യങ്സ്റ്റേഴ്സിനും ഒരു മാതൃകയായിട്ടുള്ള ആളാണ്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡിഗ്രി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ RCMലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങി ഇന്ന് RCMന്റെ സ്റ്റാർ പേൾ അച്ചീവർ ആണ്. ഒരു ആലപ്പുഴക്കാരനാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പാരന്റ്, അദ്ദേഹത്തിന്റെ ഫാദർ എമറാൾഡ് അച്ചീവർ കൂടിയാണ്. അതുപോലെ ഫുൾ ആയിട്ടുള്ള RCM ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു പവർഫുൾ യങ് ലീഡറാണ് നമുക്ക് അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. അക്ഷയ് സാർ, പ്ലീസ് വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു ആഷിഖ് സാർ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ, പറഞ്ഞോളൂ. ഓക്കെ, വളരെ സന്തോഷം. എന്തായാലും നമ്മൾ ധാരാളം യങ് അച്ചീവേഴ്സിനെ കേട്ടു. എന്നെ സെൽഫായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അക്ഷയ് എന്നാണ്. സ്ഥലം ആലപ്പുഴയിലെ ഹരിപ്പാടാണ് സ്വദേശം. RCMലേക്ക് വന്നത് ശരിക്കും ഒരു ലക്കിന്റെ ഭാഗമായിട്ടാണ്. എൻ്റെ മിക്ക പ്രോഗ്രാമിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇതിലിരിക്കുന്നതും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ എടുക്കുമ്പോഴും നമ്മളൊക്കെ ഒരു ലക്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് മാത്രം വന്നു പെട്ട ആൾക്കാരാണ്. പക്ഷെ ഇതില് ഇന്ന് സംസാരിച്ച മുൻനിരയിലുള്ള അല്ലെങ്കിൽ യങ് ലീഡേഴ്സ് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കേരള ടീമിനെ നയിക്കുന്ന സീനിയർ മെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരൊന്നും ആ ലക്ക് ഫാക്ടർ കൊണ്ട് അച്ചീവേഴ്സ് ആയി മാറിയ ആൾക്കാരല്ല.
അപ്പൊ അവിടെയാണ് ആ ഒരു വ്യത്യാസം. അപ്പൊ എന്തായാലും ആർസിഎമ്മിൽ കുറച്ച് മുന്നേ വരാൻ ഒരു ഭാഗ്യം കിട്ടി. അത് അച്ഛൻ ആർസിഎമ്മിൽ നേരത്തെ വന്നുകൊണ്ട് തന്നെയാണ്. പിന്നെ ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ എംറാൾഡാണ് ഫാദർ. അച്ഛൻ ആർസിഎം ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ അച്ഛന്റെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ആർസിഎം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 18 വയസ്സായ സമയത്ത് അച്ഛൻ ആർസിഎമ്മിൽ ഒരു മെമ്പർഷിപ്പ് അടിക്കട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് വലിയ ചെലവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആർസിഎമ്മിന്റെ സ്റ്റാർട്ടിങ്. പക്ഷെ അന്നൊരിക്കലും ഞാൻ ആർസിഎം മനസ്സിലാക്കിയില്ല. ഞാൻ ആർസിഎമ്മിനെ നോക്കിക്കണ്ടത് അച്ഛൻ ചെയ്തത് എന്താ, ഉപ്പുമുളകും മല്ലിയൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നു. ആലപ്പുഴയെ സമയത്തോളം ഞാൻ വന്നൊരു ഫീസ് ആ ഒരു ടൈം എന്നൊക്കെ പറയുമ്പോൾ ആലപ്പുഴയിൽ ആർസിഎമ്മിന്റെ ഇവന്റുകൾ പ്രോഗ്രാമുകളൊന്നും നടക്കുന്നില്ല. ആർസിഎമ്മിൽ വരുമാനം മേടിക്കുന്ന ആൾക്കാർ ആലപ്പുഴയിൽ ഇല്ല. നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആൾക്കാർ ആലപ്പുഴയിൽ ഇല്ല. ആലപ്പുഴയിൽ നല്ല കടകൾ എന്ന് പറയാൻ പോലും ഇല്ല. ഒരു 3-4 ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. നമ്മളാണെങ്കിൽ തുടങ്ങിയ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ വീടിന്റെ വരാന്തയിലാണ്. അതൊക്കെയായിരുന്നു അന്നത്തെ ആർസിഎം. നമ്മൾ ആലപ്പുഴയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അതിന്റെ വലിപ്പം ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് വെക്കേഷൻ ടൈമിൽ ലൈഫിൽ ഇനി എങ്ങോട്ടേക്ക് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല എന്ന സമയത്ത് +2 വെക്കേഷൻ ടൈമിൽ അച്ഛൻ എന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയ ഒരു കാര്യമായിരുന്നു ഒരു 2 ഡേ പ്രോഗ്രാം ബാംഗ്ലൂർ വെച്ച് നടക്കുന്നത് കമ്പനി ഓർഗനൈസ് ചെയ്യുന്നതാണ്. അതിൽ അച്ഛന് കപ്പിൾ എൻട്രി കിട്ടി. അമ്മയ്ക്ക് പകരം അന്ന് ഒരു പക്ഷെ അമ്മയെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു വേദിയിൽ അക്ഷിതാർ പറഞ്ഞ പോലെ കുറെ ആൾക്കാർക്ക് ഒരു പ്രചോദനമാകുന്ന രീതിയിൽ എനിക്ക് മാറാൻ സാധിക്കില്ലായിരുന്നു. അന്ന് അച്ഛൻ എന്റെ അടുത്ത് ചോദിച്ചു വരുന്നോ എന്ന്. ബാംഗ്ലൂർ പല വേദിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അത് ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ഇതിനു മുന്നേ ഞാൻ ബാംഗ്ലൂർ പോകാത്തതുകൊണ്ട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സത്യത്തിൽ ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്താണ് ഇന്ന് നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലല്ല ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സിൽ ഒരാളാണ് ഡോക്ടർ വിവേക് ബിന്ദ്ര എന്ന് പറയുന്ന വ്യക്തി. യൂട്യൂബിൽ നോക്കി നമുക്ക് അറിയാൻ പറ്റും. അത്രയും ഫേമസ് ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു 2 ഡേ പ്രോഗ്രാം ആയിരുന്നു അന്ന് ന്യൂട്രിചാർജ് ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത്. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് ശരിക്കും സത്യത്തിൽ ആർസിഎം എന്താ ഞാൻ പഠിക്കുന്നത്. അച്ഛന്റെ ഒപ്പം ഞാൻ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളുമായിട്ട് മീറ്റിങ്ങുകൾ പോകാറുണ്ട്. ഹോം മീറ്റിംഗിൽ പോയി പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു വിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് അച്ഛൻ ആർസിഎമ്മിലൂടെ വിജയിച്ചിട്ടില്ല. അച്ഛൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണ്. പക്ഷെ ആ ഒരു 2 ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിയിൽ ആർസിഎമ്മിനെ കുറിച്ച് ഞാൻ പഠിച്ചു. അതിനുശേഷം അതിനെ ഏറ്റെടുത്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഞാൻ വരുന്ന സമയത്ത് കേരളത്തിലോ അല്ലെ സൗത്ത് ഇന്ത്യയിലോ എന്താ പറയുക 30 വയസ്സിൽ താഴെ ഒരു അച്ചീവർ എന്ന് പറഞ്ഞാൽ അന്ന് കാണാനുണ്ടായിരുന്നില്ല. ഇനി ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് മുർസാർ പോലുള്ള സീനിയർ ലീഡേഴ്സിന് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും എന്റെ കണ്ണിൽ ആരെയും കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും എന്താ പറയുക ഇങ്ങനൊരു അച്ചീവർ ആവും കരുതിയിട്ടൊന്നും ആർസിഎമ്മിലേക്ക് വന്നതല്ല. പക്ഷെ ആർസിഎമ്മിലൂടെ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു 19ാമത്തെ വയസ്സിൽ ആർസിഎമ്മിൽ സ്റ്റാർ ആവാൻ പറ്റി. 20ാമത്തെ വയസ്സിൽ ആർസിഎം റോയൽറ്റി അച്ചീവ്മെന്റ് നേടി. 21ാമത്തെ വയസ്സിൽ ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് മാറാൻ പറ്റി. അപ്പോൾ എന്റെ അറിവിൽ സൗത്തിലായാലും സൗത്ത് ഇന്ത്യയിൽ ഇതുവരെയും ആ ഒരു റേഞ്ച് ഓഫ് ടൈമിനുള്ളിൽ ഈ പറഞ്ഞ ലെവലുകൾ ക്രോസ് ചെയ്ത ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതൊന്നും നമ്മൾ അതിനുവേണ്ടി ചെയ്തതല്ല. നമ്മൾ ആർസിഎം ഏറ്റെടുത്തത് ശരിക്കും ശക്തമായിട്ടായിരുന്നു. അതിന്റെ ഫലമാണ് 2018 ഡിസംബറിലാണ് ഞാൻ ആർസിഎമ്മിൽ സ്റ്റാർ അച്ചീവർ ആയിട്ട് മാറുന്നത്. ആലപ്പുഴ ജില്ലയെ സമയത്തോളം ഇന്ന് ആലപ്പുഴ എംറാൾഡ് അച്ചീവർ ഉണ്ട്. എംറാൾഡ് ടീം ചെയ്യുന്ന സത്യത്തിൽ ഞാൻ പോകുന്നതിന് മുന്നേ ആരും ആർസിഎം വീട്ടിൽ കണ്ടിട്ടില്ല. ആ 2018 ഡിസംബർ മാസം സ്റ്റാർ അച്ചീവർ ആയ സമയത്ത് ഞാൻ അന്നേ ഡിസൈഡ് ചെയ്തു ആർസിഎമ്മിൽ കിട്ടുന്ന എന്റെ ഏറ്റവും ഹയസ്റ്റ് ഇൻകം ആണ്. എന്തായാലും പ്രീവിയസ് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർ ആകുമ്പോഴാണ് കിട്ടുന്ന ഏറ്റവും ഹയർ ഇൻകം. നമുക്കറിയാം ആവറേജ് ഒരു 20,000 രൂപയ്ക്ക് മുകളിൽ ഇൻകം കിട്ടുമെങ്കിൽ ഞാൻ സ്റ്റാർ ആയ സമയത്ത് 32,000 മുകളിലാണ് എന്റെ പേ ഔട്ട് വന്നത്. ഞാൻ തീരുമാനം എടുത്തു എന്തായാലും പോയി കമ്പനി കാണണം. ഞാനും എന്റെ ഒരു അസോസിയേറ്റുമായിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിനാണ് ഞാൻ കമ്പനിയിൽ പോയി കണ്ട് തിരിച്ചു വന്നത്. തീരുമാനം എടുത്തു, ശക്തമായിട്ട് മുന്നോട്ട് പോയി. 2019 ഡിസംബറിൽ ഞാൻ ആർസിഎമ്മിൽ റോയൽറ്റി ഗോൾഡായി. ആ റോയൽറ്റി ഗോൾഡായ സമയത്ത് ഞാൻ എടുത്തിട്ട് തീരുമാനമാണ്, പലരും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ജോലി റിസൈൻ ചെയ്തിട്ട് ആർസിഎം ഏറ്റെടുക്കും. എനിക്ക് റിസൈൻ ചെയ്യാൻ ജോലി ഉണ്ടായിരുന്നില്ല. ഇതിൽ ഡിഗ്രി ചെയ്ത സ്റ്റുഡന്റ് ആയിരുന്നു. സെക്കൻഡ് ഡിഗ്രി ചെയ്ത സമയത്ത് ആർസിഎം ശക്തമായിട്ട് ഏറ്റെടുത്തു. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 2019 ഡിസംബർ സമയത്ത് ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ചെയ്തു ഫുള്ളായിട്ട് ആർസിഎം ഇറങ്ങാൻ തീരുമാനമെടുത്തു. നമുക്കറിയാം 2020 ആയപ്പോഴത്തേക്ക് ഒരു വലിയ പ്രശ്നം നമ്മൾ ഇന്ത്യ അല്ലെ കേരളം ഒക്കെ ഫേസ് ചെയ്തു, അല്ലെ ലോകം ഫേസ് ചെയ്തു. അതായിരുന്നു കോവിഡ്. ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ചെയ്ത് അടുത്ത് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ലോക്ക്ഡൌൺ ആയി. ഞാൻ ആർസിഎം 2019 ഡിസംബറിൽ റോയൽറ്റി ഗോൾഡ് വന്നു. 2020 ജനുവരി ഞാൻ അടുത്ത സ്റ്റാർ ഗോൾഡ് പൊസിഷൻ എടുത്തു. 2020 ഫെബ്രുവരി മാസം, നമുക്കറിയാം ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ എപ്പോഴും മാസം ദിവസം കുറവായതുകൊണ്ട് അന്നൊരു അച്ചീവ്മെന്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ 2020 മാർച്ച് ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആർസിഎം സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആയിട്ട് മാറി. അങ്ങനെ അടുത്ത 3 മാസം കൊറോണ വന്ന് ഫുള്ള് ലോക്ക്ഡൌൺ ആയ മാസമാണ് ഞാൻ ആർസിഎം സ്റ്റാർ പ്ലാറ്റിനം വന്നത്. അടുത്ത 3 മാസം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആർസിഎം ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് മാറി. എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ആർസിഎം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് എത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് കൊറോണയാണ്, ലോക്ക്ഡൌൺ ആണ്. ആ സിറ്റുവേഷനിൽ പോലും ഒരു യങ്സ്റ്റർ ആയിട്ട് എനിക്ക് ഇതിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ
എത്രയോ ആൾക്കാർക്ക് ഇതിനെക്കാട്ടി കൂടുതൽ ചെയ്യാൻ പറ്റും. അന്നത്തെ ഒരു പിക്ചർ ആണോ എന്നുള്ളത്. ഇന്ന് കടന്നു വരുന്ന യങ്സ്റ്റേഴ്സ്, ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് ഇതേപോലെ നെക്സ്റ്റ് ജനറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് നെക്സ്റ്റ് ജനറേഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് പറഞ്ഞു, അതിനുശേഷം അറ്റൻഡ് ചെയ്ത ആൾക്കാർ എക്സ്പീരിയൻസ് ഒക്കെ ഈ പ്രോഗ്രാം കേട്ടു നിങ്ങൾ. അപ്പൊ ആദ്യമായിട്ട് ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ, കാരണം ഇതിന് മുന്നേ ഒന്നും ഇങ്ങനെ ഒരു ഇവന്റ് കമ്പനി യങ്സ്റ്റേഴ്സിനെ കുറിച്ച് ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കോർഡിനേറ്റേഴ്സിന്റെ മക്കളായിക്കോട്ടെ, പുതിയതായിട്ട് വരുന്ന ആൾക്കാർ സ്വന്തമായിട്ട് ഐഡിയ എടുത്തുകൊണ്ട് വന്നിട്ട് പോലും നോർത്തിലൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ ടെക്നിക്കൽ ലെവലൊക്കെ അച്ചീവ് ചെയ്ത ധാരാളം ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവരെയൊക്കെ ഒരു കൊടക്കീഴിൽ കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് ആർസിഎം വേയിൽ നടക്കാൻ പോകുന്നത്. അതൊരിക്കലും മിസ് ചെയ്യരുത്. ഇപ്പൊ നമ്മള് എത്ര പറഞ്ഞു കൊടുത്താലും കണ്ടു ബോധ്യപ്പെടുന്ന പോലെ ഒരിക്കലും ആവില്ല. ആദ്യമായിട്ട് നെക്സ്റ്റ് ജനറേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഓർമ്മയുണ്ട്, വലിയൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ ട്രെയിനിൽ പോകുന്നു. നമ്മുടെ ഗിരീഷ് സാറൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഗിരീഷ് സാർ മാത്രമേ ഉള്ളൂ അന്ന് സീനിയർ ലീഡറായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മക്കളിലൊപ്പം തന്നെയാണ്, മകളിലൊപ്പം ആയിരുന്നു തോന്നുന്നു പങ്കെടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ കിട്ടും, പഴയ ഫോണിൽ ഉണ്ട്. ഞാൻ ആ ഒരു ഫസ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് സത്യത്തില് എന്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു ആർസിഎമ്മിൽ വന്ന സമയത്ത് ഒരു ഐഫോൺ മേടിക്കുക എന്നുള്ളത്. ഇപ്പൊ അറിയാം, യങ്സ്റ്റർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ കയ്യിലുള്ള ഒരു സാധനമാണിത്. അപ്പൊ നമുക്കൊരു കൗതുകമുണ്ട് ഇതൊക്കെ മേടിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു നെക്സ്റ്റ് ജനറേഷൻ പോകുന്നതിന് ഒരു 1 വീക്ക് ബാക്കിയാണ് 1.5 ലക്ഷം രൂപ വിലയുള്ള ഒരു ഫോണ് ഞാൻ വാങ്ങി. ആ ഫോണുമായിട്ടാണ് ഞാൻ നെക്സ്റ്റ് ജനറേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഈ ബിസിനസിന്റെ ഒപ്പം നിന്നുകൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് ഞാൻ ആർസിഎം വേൾഡിൽ പോകുന്ന സമയത്ത് ഞാൻ ഒരു സ്റ്റാർ അച്ചീവർ ആയിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ടീമിൽ ധാരാളം അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റാർ പേൾ അച്ചീവർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്റെ ടീമിന്റെ ഒരു കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 18ഓളം സ്റ്റാർ അച്ചീവേഴ്സ് എന്റെ ടീമിലുണ്ട്. ഒരു 8ഓളം റോയൽറ്റി ഗോൾഡ് അച്ചീവേഴ്സ് എന്റെ ടീമിലുണ്ട്. 3ഓളം സ്റ്റാർ ഗോൾഡ് അച്ചീവേഴ്സ് എന്റെ ടീമിലുണ്ട്. 4 പ്ലാറ്റിനം അച്ചീവേഴ്സ് ഉണ്ട്. 3 സ്റ്റാർ പ്ലാറ്റിനം അച്ചീവേഴ്സ് ഉണ്ട്. 4 പേൾ അച്ചീവർ ഉണ്ട്. ഒരു സ്റ്റാർ പേൾ അച്ചീവർ ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഒരു 26ാമത്തെ വയസ്സിൽ ആർസിഎം ബിസിനസിന്റെ കൂടെ ഞാൻ ആർസിഎമ്മിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ആർസിഎമ്മിൽ ഞാൻ പറഞ്ഞു ലക്ക് ഫാക്ടർ കൊണ്ട് നമ്മൾ കടന്നു വന്നത്. നമ്മളൊക്കെ ഒരു ഉപഭോക്താവായിട്ട് കടന്നു വന്നതാണ്. പക്ഷെ ഒരു ഉപഭോക്താവിനെയും ലോകത്തിൽ ഒരു സംരംഭകനാക്കി മാറ്റുന്ന ഒരു പ്രസ്ഥാനം വേറെ ഉണ്ടോ എന്ന് നമുക്ക് ഡൗട്ടാണ്. അത്രയും വലിയൊരു സംവിധാനമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പൊ ഇത്രയും ആൾക്കാർ അച്ചീവേഴ്സിനെ എണ്ണാൻ പറഞ്ഞു. എന്റെ ടീമിൽ ഏറ്റവും സീനിയർ ആയിട്ട് ഇപ്പൊ നിൽക്കുന്ന സ്റ്റാർ പേൾ അച്ചീവർ, അതായത് ഈ മാസം വരുവാനായിട്ട് 2,10,000 രൂപയ്ക്ക് മുകളിലാണ്. അപ്പൊ ഈ ഒരു സ്റ്റാർ മുതൽ എന്റെ ടീമിലുള്ള സ്റ്റാർ പേൾ വരെയുള്ള ആൾക്കാരെ വരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ ബോണസും കൂടെ ഒക്കെ കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഇത്ര വലിയ എമൗണ്ട് ആണ് ഈ മാസം എന്റെ ടീമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടേക്കുന്നത്. ഞാൻ ആസിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ? ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസരം ഇത് സത്യത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഓരോ കുട്ടികളും ഏറ്റെടുക്കണം. അവർ ഏറ്റെടുക്കുമ്പോഴാണ് എപ്പോഴും ഈ നെക്സ്റ്റ് ജനറേഷൻ, നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ബിസിനസ് പോകാൻ പോകുന്നു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. പ്രോഗ്രാം ഈ തവണ നടക്കുന്ന പ്രോഗ്രാമിന് ഇതുവരെ നടന്നു തരും. നമുക്കറിയാം ഓരോ വർഷം കഴിയുന്തോറും ഏറ്റവും ബെസ്റ്റ് ആയിട്ടായിരിക്കും മാറാൻ പോകുന്നു, അല്ലെ? അപ്പൊ ആദ്യം അറ്റൻഡ് ചെയ്ത പ്രോഗ്രാം അല്ല, സെക്കൻഡ് അറ്റൻഡ് ചെയ്തപ്പോൾ അതിൽ വ്യത്യാസം വന്നു. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നതിൽ ഉറപ്പായിട്ടും ഇനിയും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ അവിടെ ഇനിയാണെങ്കിലും സമയമുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ മക്കളെ അവിടേക്ക് ഒന്ന് വിട്ടു കഴിഞ്ഞാൽ അവിടെ സ്റ്റേജിൽ പല മേഖലയിൽ നിന്ന് വലിയ ജോലിയിൽ ഇരുന്ന ആൾക്കാരെ ജോലി റിസൈൻ ചെയ്ത് ആർസിഎം ഏറ്റെടുത്ത് അവര് ഒരു 1-2 വർഷം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത അച്ചീവ്മെന്റ്, അവർ അങ്ങനത്തെ ആൾക്കാരൊക്കെ സ്റ്റേജിൽ കയറുന്ന ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു വലിയ ഒരു ക്രൗഡ്, യങ്സ്റ്റേഴ്സിനെ മാത്രം ഒരു വലിയ ക്രൗഡ്, ആ ഒരു എനർജി അത് ഉറപ്പായിട്ടും അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ ആർസിഎം ഏറ്റെടുക്കാൻ അവസരം കിട്ടി. അതിനെ ഏറ്റെടുത്തതിന്റെ ഫലം ധാരാളം ആൾക്കാരിലേക്ക് ബിസിനസ് എത്തിക്കാൻ പറ്റി. ഇന്ന് എന്റെ ടീമില് ഇപ്പൊ നമ്മള് യങ്സ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം കേരളത്തിൽ 80 വയസ്സുള്ള ഒരു ഗിരിജാദേവി അമ്മയുടെ സ്റ്റോറി, അമ്മയുടെ വരുമാനം നമ്മൾ എല്ലാവരും കണ്ടുണ്ടാവും. അതേപോലെ ഒരു ചെറുപ്പക്കാരൻ എന്റെ ടീമിലും ഉണ്ട്. 80 വയസ്സ് പ്രായമില്ല, 74ആണ് അദ്ദേഹത്തിന്റെ പ്രായം. 69ാമത്തെ വയസ്സിൽ എന്താ പറയാ ആർസിഎമ്മിലേക്ക് കടന്നു വരുന്നു. കൊറോണയ്ക്ക് ഒരു 2 മാസം മുന്നേ മാത്രം അദ്ദേഹം പ്രവർത്തിച്ചു. ആ 2 മാസം മാത്രമേ അദ്ദേഹം പ്രവർത്തിക്കാൻ സമയം കിട്ടിയുള്ളൂ. ആ 2 മാസം കഴിഞ്ഞ സമയത്ത് കൊറോണ വന്നു. പിന്നെ അദ്ദേഹത്തിന് കുറെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന് സത്യത്തിൽ ബെഡിലാണ്, റെസ്റ്റിലാണ്, ഇറങ്ങി നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇന്ന് എന്തായാലും എന്റെ ടീമിൽ ഒരു ടെക്നിക്കൽ അച്ചീവറാണ്. 74 വയസ്സുണ്ട്. ഈ മാസം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്ന വരുമാനം 1,57,000 രൂപയാണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, അത്രയും പ്രായമുള്ള ആൾക്കാർക്ക് പോലും അദ്ദേഹം ഓരോ വയസ്സ് കൂടുന്തോറും വിത്തിൻ ഒരു 3 to 4 മന്തിൽ അദ്ദേഹം സ്റ്റാർ പേൾ ആവും. 2 ടീമിലും 1 ലക്ഷം വോളിയത്തിന് കുറയുള്ളൂ സ്റ്റാർ പേൾ ആകാൻ. അപ്പൊ അത്രയും ഏജിൽ പോലും ഇത്രയും വരുമാനം, അതായത് പ്രായം കൂടുന്തോറും അദ്ദേഹം വരുമാനം കൂടുകയാണ്. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. 74ാമത്തെ വയസ്സിൽ എന്ന് അദ്ദേഹം പേളാണെങ്കിൽ ഉറപ്പായിട്ടും അത് 75ാമത്തെ വയസ്സെത്തുമ്പോൾ സ്റ്റാർ പേൾ ക്രോസ് ചെയ്തിട്ടുണ്ടാവും.
76ാമത്തെ വയസ്സ് എത്തുന്നതിന് മുന്നേ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം എംബ്രാൾഡ് ക്രോസ് ചെയ്തിട്ടുണ്ടാവും. പ്രായം കൂടുന്തോറും വരുമാനം കൂടും. അപ്പൊ ഇവിടെ ഇതിന്റെ കാരണം എന്താണ്? ചെയ്യാൻ പറ്റിയ സമയത്ത് നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചതിന്റെ റിസൾട്ടാണ്. ഇതൊക്കെ ഈ ഒരു ഏജ് കാറ്റഗറിയുള്ള ഇപ്പൊ 74 വയസ്സ് എന്ന് പറഞ്ഞാൽ 80 വയസ്സുള്ള ഗിരിജാ ദേവി അമ്മയ്ക്ക് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് ഉള്ള ആൾക്കാർ അവരുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാം അവരുടെ കയ്യിലുണ്ട് അല്ലെ. അവർക്ക് ഇതൊന്ന് മനസ്സിലാക്കാന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. അവരിത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പക്ഷെ എല്ലാ പേരൻസും ആർസിമിൽ വരുന്ന എല്ലാ പേരൻസും എന്താ അമൽ സാർ ചെറുതായിട്ട് പറഞ്ഞു തോന്നും, മക്കളെ ആർസിമിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കാം, നിങ്ങൾ ആർസിമിലേക്ക് വരൂ, ആർസിമിൽ ഇന്ന ആൾക്കാർ ജോലി റിസൈൻ ചെയ്ത് ചെയ്യുന്നു, അല്ലെ പഠനം ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് അവര് ഇത് ഏറ്റെടുക്കുന്ന നിർബന്ധമില്ല. ഒന്ന് നിങ്ങൾ ചെയ്യേണ്ട എന്താ, അമൽ സാർ പറഞ്ഞ പോലെ ഒരു നല്ലൊരു വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിൽ വരുത്തി കാണിക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവരൊന്ന് ഒന്ന് ഒന്ന് കണ്ണോടിക്കാനെങ്കിലും അവർ തയ്യാറാവും, അവിടെ ഒരു മാറ്റം ഉണ്ടാവും. ഇനി അടുത്ത ഓപ്ഷൻ എന്താ? ഇതേപോലത്തെ വലിയ ഇവന്റുകളിൽ അവരെ കൊണ്ടിരുത്താം. നോർമൽ ഇവന്റ് അല്ല, ഇതേപോലെ യങ്സ്റ്റേഴ്സ് സ്റ്റേജ് കൈകാര്യം ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് കൂടുതൽ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ കൊണ്ടിരുത്താം. അത് ഉറപ്പായിട്ടും അവർക്കൊരു തീരുമാനം എടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ മാക്സിമം ആൾക്കാർ ആയിട്ട് പോകണം. അപ്പൊ ഇനിയും പ്ലാൻ ചെയ്യാത്ത ആൾക്കാർ ടിക്കറ്റ് നോക്കണ്ട, നമ്മൾ എത്തണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ എങ്ങനെ എത്തിപ്പെടാം. അവിടെ നമുക്ക് കഴിഞ്ഞ ബിൽവാര ടൂറിൽ നമ്മുടെ വിനോദ് മട്ടന്നൂർ സാറിന്റെ അച്ഛൻ വിജയൻ സാറ് 70 വയസ്സിലെ മുകളിൽ പ്രായമുണ്ട്, അദ്ദേഹം കാറും എടുത്തു പോയി. അപ്പൊ അത്രയും ഏജിലുള്ള ആ ഒരു അദ്ദേഹത്തിന് എമറാൾഡ് അച്ചീവറാണ്, അദ്ദേഹത്തിന് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും, അതൊരു പ്രശ്നമേ അല്ല. അപ്പൊ എന്തായാലും എനിക്കിങ്ങനെ അവസരം തന്ന ആഷിഖ് സാറിനും നന്ദി പറയുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ഒരുമിച്ച് നമുക്ക് പോയി തിരിച്ച് കണ്ട് ആ എക്സ്പീരിയൻസ് ഏറ്റെടുത്തുകൊണ്ട് തിരിച്ചു വരാം. താങ്ക് യു സാർ. ജിയാസിം. താങ്ക് യു സാർ. നമുക്ക് നമ്മുടെ പവർഫുൾ ലീഡർ, യങ് ലീഡർ അക്ഷയ് സാർ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വ്യൂ ആണ് ഈ വരുന്ന പ്രോഗ്രാമിനെ കുറിച്ച്, നമ്മുടെ 24-ാം തീയതി RCMൽ നടക്കാൻ പോകുന്ന നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഇവന്റിനെ കുറിച്ചൊരു വ്യൂ ആണ് അദ്ദേഹം തന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ RCMനെ വിശ്വസിച്ച് വരുന്നൊരു യങ് സോൾജറിന്, അതായത് പുതിയൊരു തലമുറയ്ക്ക് RCMനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടി RCMൽ പ്രവർത്തിക്കാൻ പറ്റുന്നെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ബിസിനസിന് ഉടമയായിട്ട് മാറാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് RCM ഒരുക്കുന്നത്. അത് നേരിട്ട് കാണാനുള്ള അവസരമാണ് നമ്മുടെ RCM വേൾഡിൽ നമ്മുടെ കോർ ലീഡേഴ്സും അതുപോലെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും അറേഞ്ച് ചെയ്യുന്നത്. ഏറ്റവും നല്ലൊരു ഇവന്റ് ആക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് അതിനെ. അപ്പോൾ ഞാൻ പേഴ്സണലി വളരെ എക്സൈറ്റഡ് ആണ് എങ്ങനെയൊക്കെയാണ് ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഈ പ്രോഗ്രാം എനിക്ക് പഠിക്കാനും എന്റെ ബിസിനസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മുടെ എല്ലാവരുടെയും പരിചയക്കാരുള്ള യങ്സ്റ്റേഴ്സിനും അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള എല്ലാവർക്കും പങ്കെടുക്കാവുന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പ്രോഗ്രാം നടക്കുന്നത് ബിൽവാരയിൽ 24-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണിയാണ്. കാരണം എന്താ വെച്ചാൽ ബിൽവാരയിൽ ഇപ്പോ സമ്മർ ടൈമാണ്, അപ്പൊ അവിടെയൊക്കെ വൈകിട്ടാണ് പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നല്ലൊരു ഇവന്റ് ആയിരിക്കുള്ളൂ. നമ്മുടെ RCMൽ നല്ലൊരു ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സ്റ്റേജ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോ എല്ലാവരും നല്ല എക്സൈറ്റഡ് കൂടി നിൽക്കുകയാണ്. സോ ഇന്നിപ്പോ സമയം നമ്മൾ കുറച്ചുകൂടി കൂടുതൽ എടുത്തപ്പോ നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ട് മോർ സാർ അവൈലബിൾ ആണോ നോക്കാം. മോർ സാർ അവൈലബിൾ ആണെങ്കിൽ ഒന്ന്. ആഷിഖ് സാറെ, ഹരിത് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, ഓക്കെ 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 ഒരു നിമിഷം. യെസ്, ഡോക്ടർ ഹരിശങ്കർ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. സോ മോർ സാറിന്റെ പ്രതിനിധിയായിട്ട് നമുക്ക് ഇവിടെ ആളെത്തിയിട്ടുണ്ട്. സോ നമ്മുടെ എല്ലാം ഇപ്പോ ധാരാളം ആളുകൾക്ക് RCMന്റെ ബിസിനസ് സാധ്യതയും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള അറിവും പറഞ്ഞു കൊടുക്കുന്ന ഒരു യങ് ലീഡറാണ് നമ്മുടെ ഡോക്ടർ ഹരിശങ്കർ. സോ നമുക്ക് ഹരിശങ്കർ സാറിനെ നമുക്ക് വേദിയിൽ ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം സാർ. JRCM ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഞാനൊരു യാത്രയിലാണ്, അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യുന്നില്ല. അപ്പം എന്തായാലും വളരെയധികം സന്തോഷം. കാരണം നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം ഞാനൊരു കഴിഞ്ഞ നടന്നിട്ടുള്ള ഒരു 2 ഇവന്റ്സിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെറുപ്പക്കാരെ സംബന്ധിച്ചിട്ട് ഒരു വിഷൻ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിലേക്ക് എല്ലാ ചെറുപ്പക്കാരെയും ക്ഷണിക്കുന്നു. കഴിഞ്ഞ വട്ടം പോയപ്പോൾ എനിക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ ഒരു 2 മിനിറ്റ്സ് അവസരം കിട്ടിയിരുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് ഏകദേശം കഴിഞ്ഞൊരു 20 വർഷമായിട്ട് RCM കേരളത്തിൽ സജീവമാണ്. അന്നും നമുക്ക് അറിയാം പല ഉൽപ്പന്നങ്ങളും അന്നത്തെ സാഹചര്യത്തിൽ അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ
ഹലോ ശങ്കർ, കേൾക്കുന്നുണ്ടോ? അന്ന് ആ ഒരു മെസ്സേജാണ് ഞാൻ അന്ന് അവിടെ പാസ് ചെയ്തത്. ആക്ച്വലി ഭയങ്കര ടെൻഷൻ ആയിരുന്നു. 10,000-20,000 പേര് ഉള്ള ഒരു വേദിയിൽ എനിക്ക് മൈക്ക് തന്നു. ഞാൻ ശരിക്കും കൈയൊക്കെ വിറച്ചു പോയി. പക്ഷെ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുവാണെങ്കിൽ ഞാൻ ആക്ച്വലി റെഫറൻസ് പറയാം. വാഴ 2 എന്ന് പറഞ്ഞൊരു പടം ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറുപ്പക്കാരുടെ ഏകദേശം എന്താ അവസ്ഥ എന്നുള്ളത് ആ പടത്തിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ആ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് എൻ്റെ കുറേ സുഹൃത്തുക്കളും പോകുന്നത്. പലരും അടിച്ചു പൊളിച്ചൊക്കെ ലൈഫ് പോകും. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർ പതറിപ്പോകുന്ന ഒരു സാഹചര്യം. അപ്പം അത് നമ്മൾ കേരളത്തിൽ ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അവിടെ RCM എങ്ങനെ ഒരു സൊല്യൂഷൻ ആകുന്നു? മറ്റുള്ളവർക്ക് ആരോഗ്യം പങ്കെടു മറ്റുള്ളവർക്ക് ആരോഗ്യം പകർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ആരോഗ്യം പകർന്നുകൊണ്ട് അതുപോലെ നല്ലൊരു ഹെൽത്തി സൊസൈറ്റീനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബിസിനസ് പടുക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് RCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് എല്ലാ ചെറുപ്പക്കാരിലോട്ട് എത്തിക്കുക. ഇന്നിപ്പോ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോൾ അവരാ ഒരുമാതിരി പരിഹാസമാണ്. കാരണം ഡോക്ടർ കമ്മ്യൂണിറ്റി ആണ്. അതിലോട്ട് ഡോക്ടർ കമ്മ്യൂണിറ്റി വിട്ട് നീ RCM ചൂസ് ചെയ്തു, എല്ലാവർക്കും ഒരു പരിഹാസമാണ്. പക്ഷേ അവർ യഥാർത്ഥ ഒരു സിറ്റുവേഷൻ അവര് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അതായത് ഇഷ്ടംപോലെ പേർക്ക് ലോൺ ഉണ്ട്, എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, അതൊക്കെ അടയ്ക്കണം. അതുപോലെ തന്നെ ഫാമിലി റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു ഒരു എന്താണ് പറയാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ആൾക്ക് അച്ഛനെ ബൈപ്പാസ് സർജറിക്ക് 6 യൂണിറ്റ് ബ്ലഡ് വേണമായിരുന്നു. 6 യൂണിറ്റ് ഓപ്പോസിറ്റ് ബ്ലഡ് വേണമായിരുന്നു. അപ്പം നമ്മുടെ RCMല് സൈറ്റിൽ പോയാൽ നമുക്ക് ഒരു ബ്ലഡ് ഹെൽപ്പ് ലൈൻ നമ്പർ കിട്ടും. ഞാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം ആള് എൻ്റെ അടുത്തുള്ള ബ്ലഡ് ഡോണേഴ്സിന്റെ ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നു. അതിൽ നിന്ന് ഓൾമോസ്റ്റ് 200 പേരുടെ ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നു. ആ ലിസ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഫോർവേഡ് ചെയ്തു. ആൾ അതിൽ നിന്ന് 6 പേരെ വിളിച്ചു. അവർ വന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ RCM കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ RCM കമ്മ്യൂണിറ്റി നമ്മൾ സജീവമായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജസിൽ ഒന്ന് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് നോക്കുവാണെങ്കിൽ ചെറുപ്പക്കാരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് RCMൽ വരുന്നവർ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 30+ അല്ലെങ്കിൽ 40+ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ RCMൽ സജീവം. 30+, 40+. ചെറുപ്പക്കാര് വളരെ കുറവാണ്. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30+ അല്ലെങ്കിൽ ഒരു 40 ഏജിന് മുകളിലുള്ള ആൾക്കാർ അവർ ഓൾമോസ്റ്റ് ലൈഫ് കണ്ടു. എവിടം വരെ പോകാൻ പറ്റുമെന്ന് അവർക്കറിയാം. ഏത് ലെവലിലോട്ട് ഇനി പോകാൻ പറ്റും, ഫാമിലിയായി കുടുംബമായി പ്രാരാബ്ദങ്ങളൊക്കെ വരുന്നു. അപ്പം ഏതൊരു ലെവലിലോട്ട് ഇനി അവരുടെ ഇൻകം എവിടം വരെ എത്തിക്കാൻ പറ്റുമെന്നൊക്കെ അവർക്കറിയാം. പക്ഷെ നേരെ മറിച്ച് 20 വയസ്സ്, ഈ 20 തൊട്ട് 30 വയസ്സിലെ റേഞ്ചിലുള്ള ആൾക്കാർ, അവരെ സംബന്ധിച്ച റെസ്പോൺസിബിലിറ്റീസ് ആയി വരുന്നതേ ഉള്ളൂ. അവർക്ക് സ്വപ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു 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 കോൺഫിഡൻസ് അവർക്കുണ്ട്. അതിനുള്ള ഇഷ്ടംപോലെ വഴികളും ഉണ്ട്. ചിലവർ ആ വഴികൾ നേടി അതെല്ലാം സക്സസ്ഫുൾ ആവുകയും ചെയ്യും. പക്ഷേ എല്ലാവരും അങ്ങനെയാണോ? ഞാൻ മത്സരിച്ച ഈ നീറ്റ് പരീക്ഷ, എൻട്രൻസ് എക്സാം, ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം 16 ലക്ഷം പേരാണ് ആ പരീക്ഷ എഴുതിയത്. എത്ര പേർക്ക് MBBS കിട്ടുന്നു? എത്ര പേർക്ക് ബാക്കിയുള്ള കോഴ്സസിൽ സീറ്റ് കിട്ടുന്നുണ്ട്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസരങ്ങൾ മിടുക്കന്മാർക്കാണ്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ളവർ ഈ ലോകത്ത് ജീവിക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഒരവസരം, ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നല്ല വരുമാനം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം, അത് ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒന്നുണ്ടെങ്കിൽ അത് RCM മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഇന്നത്തെ ചെറുപ്പക്കാരോട് മാക്സിമം എത്തിക്കുക. ഞാൻ അല്ലായിരുന്നു, ഞാൻ ഈ യാത്രയുടെ ഭാഗമായിട്ടെത്തി മെസ്സേജ് തരാമെന്ന് വിചാരിച്ചപ്പോൾ എനിവേസ് വളരെ സന്തോഷം. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ബിൽവാരയിലോട്ട് എത്തുക. എല്ലാവരും നെക്സ്റ്റ് ജനറേഷൻ മക്കളായിട്ട് ബിൽവാരയിലെത്തുക. നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു പൂരം അവിടെ സൃഷ്ടിക്കാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ജയ RCM.
ഹലോ. ആ GRCM നമുക്ക് നല്ലൊരു മെസ്സേജാണ് ഡോക്ടർ ഹരിശങ്കർ തന്നത്. അപ്പോൾ താങ്ക് യു ഡോക്ടർ ഹരിശങ്കർ. അടുത്തായിട്ട് ഒരു അഭിപ്രായം പറയാനായിട്ട്, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് നല്ലൊരു അഭിപ്രായം പറയാനായിട്ടും അതുപോലെ തന്നെ 24-ാം തീയതി നടക്കുന്ന യങ് ജനറേഷൻ പ്രോഗ്രാമിന്റെ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പകരാനായിട്ട് നമ്മുടെ ഡോക്ടർ രാജൻ സാർ നമ്മുടെ കൂടെയുണ്ട്. രാജൻ സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു ആഷിഖ് സാർ. താങ്ക് യു സാർ. വളരെ സന്തോഷം. എന്റെ സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറച്ച് അസൂയയുണ്ട്. എന്റെ 39-ാമത്തെ വയസ്സിലാണ് എനിക്ക് RCM കിട്ടിയത്. നിങ്ങളൊക്കെ ജനിച്ചപ്പോഴേ നിങ്ങൾക്ക് RCM കിട്ടി. അതിലാണ് എനിക്ക് ചെറിയ അസൂയ. ഓക്കെ. ആദ്യകാലങ്ങളിൽ RCMൽ വന്ന ആളുകൾ അൺഎഡ്യൂക്കേറ്റഡും അണ്ടർ എഡ്യൂക്കേറ്റഡും ആയിരുന്നു. ഇന്ന് വരുന്നവരെല്ലാം നല്ല ഹൈലി എഡ്യൂക്കേറ്റഡാണ്. ഇന്നതിനേക്കാൾ ഒരുപാട് സ്പീഡിൽ. കാരണം 19 വർഷം മുൻപ് ഞാൻ വരുമ്പോൾ കണ്ട RCM അല്ല ഇന്ന് സംസാരിച്ച 8-9 പേര് വരുമ്പോൾ കണ്ട RCM. ഭയങ്കര ചേഞ്ച്. മാത്രമല്ല അവരുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. ഇറ്റ് വിൽ ഫ്ലൈ. അത് പറപ്പിക്കാനുള്ള ഒരു വഴിയാണ് ഈ പറഞ്ഞ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം. നിങ്ങൾ എല്ലാവരും അവിടെ പോകണം. മാക്സിമം ആളുകളെ, എനിക്ക് തോന്നുന്നു ഇതിൽ ഇത്ര ആളുകൾ പോരാ, 1000 എങ്കിലും ചുരുങ്ങിയത് വേണ്ടതായിരുന്നു. എനിവേ, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റിൽ ടൈം ഈസ് ദയർ. തീർച്ചയായിട്ടും ഇനി ഈ ബിസിനസ്, ഈ ഒരു മിഷൻ നിങ്ങൾ ഏറ്റെടുക്കും. എനിക്ക് നല്ല ഉറപ്പാണ് അത്. ഓക്കെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. JRCM. താങ്ക് യു രാജൻ സാർ. നല്ലൊരു മെസ്സേജാണ് നമുക്ക് രാജൻ സാറിൽ നിന്ന് കിട്ടിയത്. അദ്ദേഹം പ്രോഗ്രാം പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ തവണത്തെ പ്രോഗ്രാമിന് വേണ്ടി എല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മുടെ സീനിയർ ലീഡേഴ്സ് എക്സൈറ്റഡ് ആണ്, കമ്പനിയുടെ ഭാഗത്തു നിന്ന് എക്സൈറ്റഡ് ആണ്, അതുപോലെ പങ്കെടുക്കുമ്പോൾ നമ്മളും എക്സൈറ്റഡ് ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ 25 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണ്. 25 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. ആ എക്സ്പീരിയൻസിന്റെ ഒരു ഫീലിംഗ് നമുക്ക് അവിടെ എന്തായാലും കിട്ടും. മാത്രമല്ല, നടക്കുന്ന സ്ഥലം നമ്മുടെ സ്വന്തം സ്ഥലമാണ്. അതായത് RCM പേരിലാണ് നടക്കുന്നത്. മാത്രമല്ല, പുതിയ പുതിയ അനൗൺസ്മെന്റുകളൊക്കെ ഈ പ്രോഗ്രാമിന് മിക്കവാറും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കമ്പനി, ഒരു പുറമെ കമ്പനി അവർ ഓണർഷിപ്പ് ഒക്കെ നെക്സ്റ്റ് ജനറേഷനൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ചിലപ്പോൾ നന്നായി വരാം, ചിലപ്പോൾ മോശമായി പോവാം. പക്ഷെ നമുക്ക് ഇവിടെ 100% ഉറപ്പാണ്, നമ്മുടെ എക്സ്പീരിയൻസ് ആരും ജസ്റ്റ് ഏൽപ്പിച്ചിട്ട് മാത്രം പോവല്ല, കൃത്യമായിട്ട് പറഞ്ഞ് നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ മാഡം പറഞ്ഞു, ദീപശിഖ കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ RCMല് വിശ്വസിച്ച് വരുന്ന എല്ലാ യങ്സ്റ്റേഴ്സിനും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന് കൃത്യമായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും പേഴ്സണലി പങ്കെടുക്കാൻ നോക്കുക, അവരുടെ മക്കളെ പങ്കെടുപ്പിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയുന്ന എല്ലാ യങ് സ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ നോക്കുക. ഇപ്പൊ നമ്മുടെ അക്ഷയ് സാറൊക്കെ പറഞ്ഞ പോലെ ട്രെയിൻ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല കുറെ ആൾക്കാർ. എന്നാലും നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ AC പോണ ചാർജിൽ 4 പേർക്ക് സിമ്പിൾ ആയിട്ട് കാറിലൊക്കെ പോയിട്ട് വരാം. അപ്പോൾ ഒരു യാത്രയുമായി അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസ് ആയി കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് കിട്ടും ചെയ്യും. മാത്രമല്ല, അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ മുഴുവൻ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന അവസരമുണ്ട്. സോ ഈ പ്രോഗ്രാം, ഇത്ര മനോഹരമായി നടന്ന ഈ പ്രോഗ്രാം ഒഫീഷ്യലായിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു യങ് പവർഫുൾ ലീഡറിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഒരു സ്റ്റാർ എമറൽഡ് അച്ചീവർ ആണ്. നമ്മുടെ എല്ലാ സീനിയർ ലീഡർ ആയിട്ടുള്ള ഡോക്ടർ രാജൻ സാറിന്റെ മകനാണ്. സോ ഫുൾ ആയിട്ട് RCM ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് ഒരു ലൈഫ് കൊണ്ടുപോകുന്ന അർജുൻ സാറിനെയാണ് ഞാൻ അടുത്തായിട്ട് ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നത്. അർജുൻ സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു ആഷിഖ് സാർ. എന്തായാലും വലിയ സന്തോഷം. കാരണം ഞാൻ വരുന്ന സമയത്ത് ആഷിഖ് സാറും ഞാനും സുരാഗ് സാറും അക്ഷയ് സാറും ഒക്കെ മാത്രം ഇരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ന് അനേകം ചെറുപ്പക്കാർ വന്നു. ഇന്ന് ഞാൻ എന്റെ നെക്സ്റ്റ് ജനറേഷന്റെ കൂടെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ നെക്സ്റ്റ് ജനറേഷനെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇന്ത്യയിലെ ചെറുപ്പക്കാര് ഈ ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുത്തു തുടങ്ങി, അതിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇനിയും ഒരുപാട് പേര് നമ്മളിൽ നിന്ന് ഇൻസ്പയർ ആയി പ്രസ്ഥാനത്തിലേക്ക് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ടും എല്ലാവിധ ആശംസകൾ പോകുന്നവർക്ക് വേണ്ടിയിട്ട് നേർന്നുകൊണ്ടും ഈ ഒരു പ്രോഗ്രാം ഒഫീഷ്യലി ക്ലോസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാർ റൂബി ആയിട്ടുള്ള ബിനു സാറ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം വീഡിയോ ഓണാക്കി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യമായിട്ടുള്ള മെസ്സേജ് അദ്ദേഹം കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സ്നേഹപൂർവ്വം ബിനു സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വളരെ സന്തോഷം. കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമിൽ ഞാൻ ഉണ്ടായിരുന്നു. ഈ വർഷം 1-2 ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രശ്നം ഉള്ളത് കൊണ്ട് ഇതുവരെ എന്താ പറയുക, ഒരു ഫൈനൽ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഓക്കെ, ഇപ്പോഴും പോകണമെന്നൊരു ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്.
ഏതായാലും വളരെ സന്തോഷം. കാരണം ഇത്തവണയും ഈ കേരളത്തിൽ നിന്ന് യങ്സ്റ്റേഴ്സ് പോവുകയും ഇവര് പോയി വരുമ്പോൾ, കാരണം ഇത്തവണ നമ്മൾ പോകുന്നത് കമ്പനിയിലാണ് അല്ലെ, നേരിട്ട് നമ്മളെ കമ്പനിയിലാണ് പോകുന്നത്. പിൽവാര അതിൽ മാക്സിമം ആൾക്കാരും പോയിട്ടുള്ളവരാണ്. അത് ഏറെ നല്ലത്. ഒന്നുകൂടി ഒരു പ്രോഗ്രാം പങ്കെടുത്ത് കഴിയുമ്പോൾ എന്താണ് അതിന്റെ ഡെപ്ത്, അല്ലെങ്കിൽ ആർസിഎമ്മിന്റെ ഇനി പ്ലാനുകൾ എന്താണ്, എങ്ങോട്ടാണ് ആർസിഎമ്മിന്റെ യാത്ര എന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. അവിടെ ഇന്ന് നമ്മുടെ കുട്ടികൾ പലരും, അഥവാ കേരളത്തിന്റെ ഒരു ട്രെൻഡ് പറയുവാണെങ്കിൽ അതിലെ തൊഴിലില്ലായ്മ പ്രശ്നം ഉള്ളത് കൊണ്ട് പലരും പുറത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് പറഞ്ഞത്. ആർസിഎം തീർച്ചയായിട്ടും അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടും. യങ്സ്റ്റേഴ്സിന് പോലും ആർസിഎം എന്ന ഈ സിസ്റ്റം സ്വീകരിക്കാവുന്ന രീതിയിലേക്ക് പാകപ്പെടുത്തും. യങ്സ്റ്റേഴ്സിന്റെ പ്രസൻസ് അത് ഉറപ്പായിട്ട് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടുതരും. വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുക, യങ്സ്റ്റേഴ്സ് ഇതുമായിട്ട് ആർസിയുമായിട്ട് മുന്നോട്ട് പോകും. അതിന്റെ തുടക്കമായിരിക്കും ഈ വർഷം പിൽവാരയിൽ നടക്കുന്ന ഈ പ്രോഗ്രാം. നിങ്ങളെ എല്ലാവരുടെയും പ്രസൻസ് അവിടെ ഇപ്പൊ പറഞ്ഞ കണക്ക് കുറച്ച് പേര് പ്ലാൻ ചെയ്തു, ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ട്. പ്രശ്നമൊന്നുമില്ല. നമുക്കൊന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാനും ഡിസ്റ്റൻസ് ഒക്കെ അടിച്ച് നോക്കുമായിരുന്നു, റൂട്ട് നോക്കുമായിരുന്നു. ഒന്ന് കാറിൽ പോകാൻ പ്ലാൻ ചെയ്ത ബുദ്ധിമുട്ടില്ല. കാരണം എന്താ പറയാ, ഓടിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് കേരളം വിട്ട് കഴിഞ്ഞാൽ റോഡ് കാലിയാണ്. കേരളത്തിലാണ് ഇത്രയും തിരക്കുള്ള റോഡുകൾ. അത് കഴിഞ്ഞാൽ യാത്ര സുഖമാണ്. അത്യാവശ്യം കാറിലാണെങ്കിലും പോയി വരാൻ സാധിക്കും. ഇനി അതല്ല, തത്കാലം എടുത്താലും നമുക്ക് പോകാം. ഇനി അവിടെയും അല്ല, ഒരു ഫ്ലൈറ്റ് അഹമ്മദാബാദ് നമുക്ക് സൂട്ടബിൾ ആയിട്ട് ഫ്ലൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് അഹമ്മദാബാദിന് ട്രെയിൻ ഉണ്ട്. നേരെ അതിരാവിലെ പിൽവാര എത്തും. 23-ന് പോയാലും 24 ഏർലി മോർണിംഗ് നമ്മളവിടെ എത്തും. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് പിൽവാരയിലെ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ പറ്റുമോ നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്കത് പോസിബിൾ ആക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എത്ര കണ്ട് ആൾക്കാർ അവിടെ പോകുമോ, പോയി പങ്കെടുത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ വിഷൻ ഒന്ന് ക്ലിയർ ആണ്. അതുവരെ നമ്മൾ എന്ത് വിചാരിക്കും, ഇതെന്താണെന്ന് നമുക്കൊരു പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ട്. എന്നാൽ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ അല്ലെ, അവിടെ കിട്ടുന്ന ഒരു ഫീല് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ പിൽവാര രാജസ്ഥാൻ നമ്മളെ കമ്പനിയുടെ ആസ്ഥാനത്തായതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ കൂടി നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ ഇൻഫോം ചെയ്ത്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെ നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ തെറ്റ് കൊണ്ടുവരും, വലിയൊരു മാറ്റം കൊണ്ടുവരും എന്ന കാര്യത്തിൽ താല്പര്യം. തീർച്ചയായിട്ടും പോകുന്ന എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അർജുൻ സർ. താങ്ക് യു സാർ. നമുക്ക് ഒരു ഗസ്റ്റ് കൂടി നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ, പവർഫുൾ ലീഡർ, പുതിയ റൂബി അച്ചീർ കൂടിയായിട്ടുള്ള നമ്മുടെ റൈസിംഗ് കോർ ലീഡർ ഗിരീഷ് സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പൊ ഗിരീഷ് സാറിന് ഒരു ചെറിയ മെസ്സേജ് എല്ലാം ക്ഷണിക്കുകയാണ്. ഗിരീഷ് സാർ, പ്ലീസ് വെൽക്കം. ഹലോ ഗിരീഷ് സാർ, കേൾക്കുന്നുണ്ടോ? ഗിരീഷ് സാർ കേൾക്കുന്നില്ലേ? യെസ്, ജിഷ മാഡം ഉണ്ട്. യെസ്, നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ ജിഷ മാഡം, ഞാൻ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ ഗിരീഷ് സാർ. ആഷിഖ് സാർ, JRCM. JRCM സാർ. ഓക്കെ സാർ. JRCM എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചത് എന്തായാലും നന്നായി. യങ്സ്റ്റേഴ്സ് കുറെ നമുക്ക് RCMൽ ഉണ്ടെന്ന് ഇപ്പോഴാണ് കുറെ പേർക്ക് ബോധ്യം വന്നത് അല്ലേ. എത്ര നാളും യങ്സ്റ്റേഴ്സിന്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കുറെ നാളായി നടത്തിയിട്ട് വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഓരോ യങ്സ്റ്റേഴ്സും പറഞ്ഞത്. ഇപ്പോ നമ്മുടെ അക്ഷയ് തന്നെ പറഞ്ഞൊരു കാര്യം, ഇന്ന് സ്റ്റാർ പേളായിട്ട് നിൽക്കുമ്പോൾ ഒരു സാമ്പത്തിക ഫ്രീഡത്തിലാണ് അക്ഷയ് നിൽക്കുന്നത്. ഇന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികള്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 15 വർഷം 15 ലക്ഷം മുടക്കി മക്കളെ പഠിപ്പിച്ചിട്ട് 15,000 രൂപയുടെ ജോലി ചെയ്യുന്ന ആളുകളാണ് മാക്സിമം. അവിടെയാണ് നമ്മൾ വെറും ഒരു 3 വർഷം RCMനെ ഒരു പ്രൊഫഷനായിട്ട് ഒരു ഡിഗ്രി കോഴ്സ് പോലെ അതേ പ്രൊഫഷണലിസത്തോട് കൂടിയിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ
1,00,000 വരുമാനം പ്രതിമാസം പാസീവ് ഇൻകം കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് RCM എന്ന് എത്ര പേർക്കറിയാം? മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കാണ്, മറ്റുള്ള കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളൊരു ബോസിന്റെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ നമ്മൾ പഠിപ്പിച്ച നമ്മുടെ മക്കള് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാനായിട്ട് ഓടി നടക്കുന്നു. ഇവിടെയാണ് നമ്മൾ RCM എന്ന പ്രസ്ഥാനത്തെ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ മക്കളുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ RCMലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവർക്ക് മനസ്സിലാവുന്ന ഇടത്തേക്ക് പറഞ്ഞയക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ മക്കളോട് ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ അവർ എത്ര ഉൾക്കൊള്ളും? അവരുടെ കാറ്റഗറി ആളുകൾ പറയുമ്പോൾ മാത്രമേ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. ശരിയല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നടക്കുന്ന, കഴിഞ്ഞ വർഷം ഡൽഹിയിലായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം. ഞാൻ 3 വർഷം പങ്കെടുത്തു. ഞാൻ അതിൻ്റെ മുന്നത്തെ വർഷം പങ്കെടുത്തു. അക്ഷയ് സാർ പറഞ്ഞു, ഫസ്റ്റ് ടൈം പോയപ്പോൾ ഒരു സീനിയർ ലീഡറായിട്ട് മൂർത്തി സാർ അല്ലാതെ ഞാനാണ് പോയിരുന്നത്. അന്ന് ഒരുപാട് യുവാക്കൾ തീരുമാനമെടുത്തു. അക്ഷയൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് വളരെ പോസിറ്റീവായി, ആഷിഖ് സാറൊക്കെ ആ സമയത്താണ് കൂടുതൽ തീരുമാനമെടുത്തപ്പോൾ റോയൽറ്റി അച്ചീവറായിട്ട് മാറി. എൻ്റെ മകളും ഉണ്ടായിരുന്നു ആ വർഷം. എൻ്റെ മകള് അതിന് ശേഷം ഒരു സൂം മീറ്റിങ്ങിൽ പറഞ്ഞു, RCM സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, കുറെ പൈസ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നത്, യുവാക്കൾക്ക് യുവതികൾക്ക് ഏറ്റവും വലിയ അവസരമാണ്. കഴിഞ്ഞ വർഷം എൻ്റെ മകന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഡൽഹിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനും വൈഫും മകളും ഇവിടുന്ന് ഫ്ലൈറ്റിന് പോയി. മകൻ നേരെ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിന് ഡൽഹിയിലെത്തി. കാരണം മക്കളെ കൊണ്ട് കാണിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. യെസ്, ഇത്രയും പല മേഖലയിലുള്ള ചെറുപ്പക്കാര് RCM ഏറ്റെടുത്തു. ഈവൻ 30 ലക്ഷം വാർഷിക വരുമാനമുള്ള ചെറുപ്പക്കാര് പോലും അത് വിട്ട് RCM ഏറ്റെടുത്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഡയമണ്ട് വിജേന്ദ്ര സിംഗ് റാഠോർ സാറിന്റെ മകൻ ഒരു പ്രോഗ്രാമിൽ ഞാൻ സംസാരിച്ചപ്പോൾ അതിൽ എന്നെ ഹോസ്റ്റ് ചെയ്തത് ഡയമണ്ട് വിജേന്ദ്ര റാഠോർ സാറിന്റെ മകനായിരുന്നു. MBBS MD ആണ്. അച്ഛൻ ഡയമണ്ട് ആയിട്ട് പോലും അദ്ദേഹത്തിന് RCM മനസ്സിലായില്ല. പക്ഷേ 3 വർഷം മുന്നേ ഡൽഹിയിൽ നടന്ന നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിലാണ് അദ്ദേഹത്തിന് RCMന്റെ ഒരു സുരക്ഷ, പാസീവ് ഇൻകം, സെക്യൂരിറ്റി മനസ്സിലായത്. MBBS MD കഴിഞ്ഞ അദ്ദേഹത്തിന്റെ മകൻ, സ്വന്തം ക്ലിനിക്കുള്ള മകൻ, ഇന്ന് RCMൽ ഒരു പ്രൊഫഷനായിട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള വേദികളിൽ നമ്മളുടെ മക്കളെ കൊണ്ടുവരുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുള്ളൂ, RCMന്റെ സുരക്ഷ എന്താണ്. ഇപ്പൊ നമ്മൾ ഒത്തിരി പേരുണ്ടായിരുന്നു, ഇപ്പോ ഒരുപാട് പേര് ഉറങ്ങാൻ പോയി. ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേര് നിങ്ങളുടെ മക്കളെ RCM ലീഡേഴ്സ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. എൻ്റെ മക്കളെ എനിക്ക് RCMന്റെ ലീഡറാക്കി മാറ്റണം സാർ, അങ്ങനെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കള് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. നോക്കട്ടെ എത്ര പേരുണ്ടെന്ന്. വെരി ഗുഡ്. ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴും ഇരിക്കുന്നത് അല്ലേ? ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവരെല്ലാം മക്കളെ RCMന്റെ ലീഡേഴ്സാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഓക്കെ, സൂപ്പർ. എല്ലാവരും സ്വപ്നം കാണുന്നു. ഇപ്പൊ അക്ഷയ് സാറിനെ പോലെ എൻ്റെ മക്കളും നാളെ സ്റ്റേജ് പെർഫോമർ ആവണം, എൻ്റെ മക്കളും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറണം, ഒരാളുടെ തൊഴിലാളിയായിട്ട് നിന്നാൽ പോരാ എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് ഈ കൈപ്പൊക്കിയിരിക്കുന്ന ഓരോ വ്യക്തികളും. ഇനി ഇവരെല്ലാവരും കൈകളും താത്തു. ആഷിഖ് സാർ, എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഡൗൺ ചെയ്യൂ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ മക്കൾ ഏറ്റവും നല്ല ലീഡറായിട്ട് മാറണം. ഇനി മാതാപിതാക്കൾ കൈപ്പൊക്കുക. എത്ര പേര് നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിന് മക്കളെ പങ്കെടുപ്പിക്കുന്നുണ്ട്? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ മക്കൾ ആ രീതിയിലേക്ക് വളരണമെങ്കിൽ ആ രീതിയിൽ വളർന്ന ആളുകളെ കാണുമ്പോഴാണ് അവർക്ക് വളരാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത്, നിങ്ങൾ ഇനിയും സമയം വൈകിട്ടില്ല. എൻ്റെ മകന്റെ റിസർവേഷൻ ഞാൻ 2 ദിവസം മുന്നാണ് ഫ്ലൈറ്റിന് ചെയ്തത്. അവൻ നേരെ ഉദയ്പൂർക്ക് ഫ്ലൈറ്റിന് പോകും. കാരണം എൻ്റെ മകൻ ഇത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്താണ്? എൻ്റെ മകള് നാളെ ഒരാളുടെ ജോലിക്കാരനായിട്ട് മാറരുത്. എൻ്റെ മകൻ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകനായിട്ട് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ആ വേദികളിലേക്ക് അവർ അയക്കുമ്പോഴാണ് അവരത് മനസ്സിലാക്കി വരുള്ളൂ. അപ്പൊ എല്ലാവർക്കും
എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ഈ പ്രോഗ്രാമിന് അയക്കാനായിട്ട് തയ്യാറാവുക. ഇനിയും നമുക്ക് തത്കാല ടിക്കറ്റ് കിട്ടും, ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും. മക്കളെ ഒരു പ്രാവശ്യം തന്നെയും ഫ്ലൈറ്റിൽ കയറ്റി പറഞ്ഞയക്കും. തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, അവരുടെ കൂടെ അവര് വന്നോളും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരുപാട് വിജയാശംസകൾ. ഈ വർഷത്തെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം ബിൽവാരയിലാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നമ്മളുടെ IPS നമ്മുടെ കിരൺ ബേദി മാഡം പറഞ്ഞൊരു കാര്യം, ആ പുണ്യഭൂമി എനിക്കൊന്ന് സന്ദർശിക്കണം. ഏത് പുണ്യഭൂമി? നമ്മുടെ ബിൽവാര. ആ പുണ്യഭൂമിയിലാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം നടക്കുന്നത്. എല്ലാവർക്കും നിങ്ങളുടെ മക്കളെ പറഞ്ഞയക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു JRCM. താങ്ക് യു ഗിരീഷ് സാർ. ഈ വൈകിയ വേളയിൽ നമുക്ക് നല്ലൊരു മെസ്സേജ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ മുമ്പത്തെ പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസും ഇനി വരാൻ പോകുന്ന പ്രോഗ്രാമിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഷെയർ ചെയ്തതിന്. സോ സമയം വളരെ വൈകിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അധികമാരും ഞാൻ വിളിക്കുന്നില്ല. ഒഫീഷ്യലായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മുടെ ലീഡർ അർജുൻ സാറിന് ആഷി സാറെ ഇനി ക്ലോസ് ചെയ്തോളൂ. ഓൾറെഡി അർജുൻ സാറ് ക്ലോസ് ചെയ്താണല്ലോ, അതിന് ശേഷമാണല്ലോ വന്നത്. ഓക്കെ സാർ. ഓക്കെ ക്ലോസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ സാർ. അപ്പോ എല്ലാവർക്കും ഈ വരുന്ന 24-ാം തീയതി ബിൽവാരയിൽ കാണാം. ഇനി ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാറിൽ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. 4 പേര് AC-യിൽ പോണ ചാർജാണ്. 4 പേര് പ്ലാൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു എക്സാമ്പിൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബിൽവാരയിൽ വിസിറ്റിന് പോയപ്പോൾ നമ്മുടെ പവർഫുൾ ലീഡർ ആയിട്ടുള്ള വിജയൻ സാർ അദ്ദേഹം റെയിൽവേ ടിക്കറ്റ് ക്യാൻസൽ ആയ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ കുറച്ച് ആൾക്കാരും ടീമിലെ കുറച്ച് ആൾക്കാരും കൂടിയിട്ട് കാറിനെത്തി. വളരെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തിന് അവിടെ നേരിട്ട് മീറ്റ് ചെയ്തിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു. യാത്രയൊക്കെ ആൾ പറഞ്ഞു ഇന്ത്യ വരെ കാണാൻ പറ്റി, കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വഴിയായിരുന്നു, എല്ലാം കൊണ്ടും എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയും ആരെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ബിൽവാരയിൽ കാണാം. മാത്രമല്ല അവിടെ വെച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം. ഇനി RCM-നോടെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുമെന്നും അതുപോലെ തന്നെ നല്ലൊരു ലൈഫ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ നമുക്കൊരു വിഷൻ കിട്ടാനുള്ള ഒരു നല്ലൊരു പ്രോഗ്രാമാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്നുകൂടി നല്ല രീതിയിൽ ഉത്സാഹിക്കുക. താങ്ക് യു JRCM. അതില് ആഷി സാറെ ഒരു മെസ്സേജും കൂടി ഉണ്ട്. ഓക്കെ സാർ. ആരും പങ്കെടുക്കുന്നത് അവരവരുടെ സൈറ്റിൽ പോയിട്ട് മഷാൽ എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിൽ രജിസ്ട്രേഷൻ ചെയ്യണം. അവർക്കൊരു കണക്ക് കിട്ടണം. കാരണം ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ ആളുകളാണ് അവിടെ പങ്കെടുക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് വരും. അപ്പൊ നമ്മൾ ആ മഷാൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ രജിസ്ട്രേഷൻ ചെയ്യണം. നിങ്ങളുടെ സൈറ്റിൽ പോയിട്ട് അത് രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ കമ്പനിക്ക് അത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുള്ളൂ, എത്ര പേര് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം. രണ്ടാമതൊരു കാര്യം, ഇനിയും ഈ ക്ലാസ് കേട്ടിട്ട് എൻ്റെ മക്കളെ എനിക്ക് പറഞ്ഞയക്കണം എന്ന് ആരെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, യെസ് എൻ്റെ മകനെയും അല്ലെങ്കിൽ എൻ്റെ മകളെയും ഞാൻ ഇതിന് പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ഏതെങ്കിലും മാതാപിതാക്കൾ ഈ പ്രോഗ്രാമിലുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. യെസ് സാർ, ഈ പ്രോഗ്രാമിന്റെ പ്രസക്തി എന്താണെന്ന് ഇന്നാണ് മനസ്സിലായത്. ഞാൻ എൻ്റെ മകനെ കൂടെ പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. നോക്കട്ടെ. വിനീത സത്യൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അശോക് കുമാർ സാർ, വെരി ഗുഡ്. ഇനി ആരെങ്കിലും? JRCM വരുന്ന മാഡത്തിനെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. മാഡം സംസാരിച്ചോളൂ. ശാന്തി അവിനാശി, വെരി ഗുഡ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആഷിഖ് സാറായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. ആഷിഖ് സാറിന്റെ മൊബൈൽ നമ്പർ ഇതിൽ ഒന്ന് കൊടുത്തോളൂ. വരാൻ ആഗ്രഹിക്കുന്നവർ ആഷിഖ് സാറായിട്ട് കോണ്ടാക്ട് ചെയ്യൂ. ഓക്കെ സാർ. ഒന്ന് മൊബൈൽ നമ്പർ നമ്മുടെ ഈ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഈ മൊബൈൽ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ആരൊക്കെയാണോ മക്കളെ പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്നത് ആഷിഖ് സാറായിട്ട് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക. സാറ് ഗൈഡ് ചെയ്യും അവരെ കേട്ടോ. നമ്പർ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, 9061 ഒന്ന് പറഞ്ഞേ ആഷിഖ് സാറ്. 9061330787 ആഷിഖ്. 9061330787 ഈ നമ്പറിൽ മക്കളെ അയക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ.
ഓക്കെ, അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ഒഫീഷ്യലി വൈൻഡ് അപ്പ് ചെയ്യാം. ജയ് ആർ സി എം. ജയ് ആർ സി എം. താങ്ക് യു സർ.